ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് വേറൊരു വ്യക്തിയാണ്. വളരെ പരുക്കനായ ഒരു രാഷ്ട്രീയക്കാരനെ പ്രതീക്ഷിച്ച് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും വളരെ വളരെ എന്താ പറയുക, സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള, വളരെ കൺസേൺഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടു. അങ്ങൊരു പാതിരാത്രി VSനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്, എന്തോ അത്യാവശ്യം ഒരു ഫയൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങ് കാണുന്നൊരു ഇമേജ്, ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു രണ്ട വെളിച്ചത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു VS. അത്രയുണ്ട്, വലിയൊരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചാണ് ഒരു പേജ്. അതിൻ്റെ അതിൻ്റെ ബുക്കിൻ്റെ എത്ര വലിയ ബുക്കാണ്, അതിൻ്റെ റിബിൽ ഈ നൂല് അതൊക്കെ ഇങ്ങനെ പിന്നെ പോയി കിടക്കാം. പുള്ളി അങ്ങനെ ആയിരുന്നു. പുള്ളി വളരെ സ്റ്റൂഡിയസ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളുടെയും ഡെപ്തിൽ പോയി മനസ്സിലാക്കണമെന്ന് വാശി പിടിച്ചിരുന്ന ഒരു മനുഷ്യൻ. കാഷ്വലായിട്ട് VSനെ പറ്റിച്ച് ഓടിക്കാൻ പറ്റത്തില്ല കഥ. ഇങ്ങനെ നീട്ടി സംസാരിക്കുന്ന ഒരു ശൈലി എങ്ങനെയാണ് ഇവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് ദൂരെ ഇരിക്കുന്ന അപ്പം തന്നെ ദൂന്ന് നീട്ടം VSൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ VSന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് ആരാധകരും സുഹൃത്തുക്കളും ഉണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഫയൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് VS വേറെ എവിടെയെങ്കിലും കൂടെ കേൾക്കും. എന്നിട്ടാണ് അത് അന്വേഷിച്ച് നടക്കുക. മുക്കുന്ന ആൾക്ക് അറിയത്തില്ല എന്തിനാണ് മുക്കുന്നത്. അപ്പോൾ സുരേഷ്, ഞാൻ നാളെ മന്ത്രിസഭാ യോഗത്തിൽ എന്തു പറയണമെന്ന് അങ്ങയോട് ചോദിക്കുന്നു. മൂന്നാറിന്ന് വന്നു കഴിഞ്ഞ ഉടനെ ജോണി ലൂക്കോസ് നേർക്കുനേരിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. എന്നിട്ടാണ് പറഞ്ഞു ഇങ്ങനെ സിനിമാ താരത്തിനെ പോലെ അങ്ങനെ ചെയ്തിങ്ങനെ. ഞാൻ പറഞ്ഞു, ജോണി, എനിക്ക് നേരമില്ലായിരുന്നു. 92 കെട്ടിടങ്ങൾ ഇടിച്ചിട്ടു, 17,000 ഏക്കർ തിരിച്ചെടുത്തു. കുറേ കേസും കാര്യങ്ങളുണ്ട്. ബട്ട് എന്നെ ആരും ഇതുവരെ ജയിലിൽ ഇട്ടിട്ടില്ല. എൻ്റെ അടുത്ത് നിന്ന് 10 പൈസ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ആദ്യം പൊളിക്കാൻ തൊഴിലാളികളെ കൊണ്ടുവരുമ്പോൾ തന്നെ DYSP വന്ന് പറയുന്നുണ്ട് അവരെ ആരും ഇറക്കിക്കൊണ്ടുപോയി, ഇപ്പോൾ തൊഴിലാളികളൊന്നും കിട്ടില്ല എന്നല്ലേ. അവിടുന്ന് തുടങ്ങിയത്. കുടിലുകളും അല്ലെങ്കിൽ ചെറിയ വെട്ടിക്കടകളും റിമൂവ് ചെയ്യാനായിട്ട് എന്തിനാ ഇത്രയും വലിയൊരു എഫേർട്ട്. അപേക്ഷ കക്ഷിയായ PK വാസുദേവൻ നായരും ഭാര്യയും ഇവിടെ കുടില് കെട്ടി താമസിച്ചു വരുന്നു എന്ന് എഴുതിയ ഒരു മഹസറാണ് ആ ഫയലിൻ്റെ തുടക്കം. അപ്പം അത് തന്നെ വളരെ ക്രൂരതയാണ്. അത്രയും മഹാനായ ഒരു പൊളിറ്റീഷ്യൻ. ഈ ദൗത്യമൊക്കെ ഇവിടെ നടക്കുമ്പോൾ, വലിയ കോലാഹലങ്ങൾ നടക്കുമ്പോൾ, VS എന്ന മനുഷ്യൻ പാർട്ടിക്കുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി വേറൊരു ഫൈറ്റ് നടത്തുകയാണ്. തിരിച്ചല്ലേ VS അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ചോദിക്കുകയും ചെയ്തു മണിയുടെ അടുത്ത്, മണീനെ കണ്ടില്ലല്ലോ, സുരേഷിനെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടല്ലോ, കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നതാണ്. KP രാജേന്ദ്രൻ VSനെ കാണാൻ പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് സുരേഷ് എടുക്കുന്നില്ല. അപ്പോൾ VS പറഞ്ഞെന്നാ പറയണ, ഞാൻ വിളിച്ചിട്ടും എടുക്കണില്ല, അവൻ അങ്ങനെയാണത്. സുരേഷ് സാർ, ഞാൻ ഇപ്പോൾ VSനൊപ്പമുള്ള എൻ്റെ ദിനങ്ങൾ എന്ന പുസ്തകം വായിച്ചിട്ടാണ് അങ്ങയുടെ മുന്നിലിരിക്കുന്നത്. ഈ പുസ്തകം ഇങ്ങനെ വായിച്ച് തീർന്ന് മടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു ചോദ്യം, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കാലത്തിന് ഇടയിൽ എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെയല്ല, അതായത് VSനൊപ്പം അങ്ങനെ അന്ന് ഉറച്ചു നിൽക്കേണ്ടായിരുന്നു, ബ്യൂറോക്രസിക്കൊപ്പം അല്ലെങ്കിൽ സിസ്റ്റത്തിനൊപ്പം ചലിച്ചു മുന്നേറാമായിരുന്നു, എങ്കിൽ എൻ്റെ ഔദ്യോഗിക ജീവിതം മറ്റൊരു തരത്തിൽ എഴുതപ്പെട്ടേനെ, അങ്ങനെയാ മതിയായിരുന്നോ എന്നെപ്പോഴെങ്കിലും തോന്നിയാ? ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ VSൻ്റെ കൂടെ ജോലി ചെയ്യാൻ പോകുമ്പോൾ തന്നെ അതൊരു ഹൈ റിസ്ക് അസൈൻമെൻ്റ് ആണെന്ന് എനിക്കറിയായിരുന്നു. കാരണം VS അത്രയും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് പാർട്ടിയുടെ അകത്ത്. ആൻഡ് ഹീ വാസ് ക്വൈറ്റ് ഹെൽപ്ലെസ്. ബിക്കോസ് പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ പുള്ളിയുടെ ചുറ്റും നിന്ന് പുള്ളിക്ക് ഓരോ അനങ്ങാനും ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ കഷ്ടിച്ച് 3 മാസത്തിനപ്പുറം VS പോകില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഒരു ഇത്. അപ്പോൾ ഐ വാസ് ടേക്കിംഗ് എ ഹ്യൂജ് റിസ്ക്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊളിറ്റിക്കൽ പേഴ്സൺ അല്ല. VS എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അറിയാമായിരുന്നു മുൻപ്. പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ പുള്ളി ഓരോ കോസിന് നിൽക്കുന്നതും അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ദാറ്റ് ഇസ് സംതിങ് ഐ വോണ്ടഡ് ടു ബി പാർട്ട് ഓഫ്. അങ്ങനെ തോന്നുക ഒരു ഘട്ടത്തിലും എനിക്ക് റിഗ്രറ്റ് ഇല്ല എന്ന് മാത്രമല്ല, ഐ എം റിയലി ത്രിൽ ടു സേ ദാറ്റ് ലുക്ക്, ഞാൻ 10 കൊല്ലം മുമ്പ് PRS എടുത്തു. ഈ 10 കൊല്ലം എന്താ സംഭവിച്ചവിടെ? ഞാൻ ആ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ബി വെരി അൺകംഫർട്ടബിൾ. അതാണ്. അപ്പോൾ എനിക്ക് അതിൽ യാതൊരു റിഗ്രറ്റും ഇല്ല. ആ ഡിസിഷൻ പ്രോപ്പറായിരുന്നു, അപ്രോപ്രിയേറ്റ് ആയിരുന്നു. പിന്നെ ഐ എം വൺ ഓഫ് ദോസ് ലക്കി ബ്യൂറോക്രാറ്റ്സ്. ഇപ്പോൾ 29 വർഷം IAS വർക്ക് ചെയ്ത് ഐ ഹാഡ് ഒരു വെറൈറ്റി ഓഫ് അസൈൻമെൻറ്റ്സ്. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു,
ലോട്ടറി ഉണ്ടായിരുന്നു, ഫിഷറീസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി അഡ്വഞ്ചറസ് ജേർണി. ഐ റിട്ടൺ ഓൺലി എ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ എനിക്ക് വിദേശത്ത് പോകാൻ, US പോകാൻ ചാൻസ് കിട്ടി ഫോർ അബൌട്ട് ഓൾമോസ്റ്റ് എ ഇയർ. കോഓപ്പറേറ്റീവ് ബാങ്കിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ജർമ്മനിയിൽ പോകാൻ പറ്റി. ദുബായിൽ 2 പ്രാവശ്യം 2 വ്യത്യസ്ത അസൈൻമെൻറ്റിലാണ് പോകാൻ പറ്റി. ഐ റിയലി ഖുഷി ലൈഫ് 29 ഇയേഴ്സ് ആൻഡ് ഐ വാസ് എന്താ പറയുന്നത്, എനിക്ക് ഫുൾ പെൻഷന് ഡ്യൂ ആയിരുന്നു. പിന്നെ വേറൊരു ഫാക്ടർ ഉള്ളത്, ഞാനൊക്കെ ഈ പഴയകാല ബ്യൂറോക്രാറ്റ്സാണ്. വി വർ ഗിവൺ എ റോൾ. ഗവൺമെൻറ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ബ്യൂറോക്രാറ്റിന് റോളുണ്ട്. ബ്യൂറോക്രാറ്റിനും പൊളിറ്റീഷ്യനും ഒരു എന്താ പറയുന്നത്, അത് പരസ്പര പൂരകമായിട്ട് പോയാൽ മുമ്പോട്ട് പോകാം. ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ ആ കാലത്ത് തന്നെ ഈ യൂസ് ടു ടെൽ അസ്, നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായിട്ട് തന്നെ ഫയലിൽ എഴുതണം. അതിനാണ് നിങ്ങൾ ഇരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ പറയുന്ന പോലെ എഴുതാനല്ല. അപ്പോൾ ദാറ്റ് ഈസ് എൻ അഡ്വൈസ്. ഐ വാസ് സ്പോയിൽഡ് ബൈ വെരി ഗുഡ് മിനിസ്റ്റേഴ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് മൈ കരിയർ. ബട്ട് ടുവേർഡ്സ് ദ എൻഡ് ഐ വാസ് സീയിങ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. അപ്പോൾ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ബ്യൂറോക്രാറ്റിക് സുഹൃത്തുക്കളും പലതും അതിനോട് വഴങ്ങി കൊടുക്കാൻ സജ്ജമാകുന്നതും കണ്ടു. അപ്പോൾ ഐ ഡിസൈഡഡ് ഇറ്റ് വാസ് ടൈം ഫോർ മീ ടു ക്വിറ്റ്. നോട്ട് ടു ഡു എന്നുള്ളത്. ഓക്കെ സർ, ഇനി നമുക്ക് തുടങ്ങുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മെയിൻ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊന്നുകൂടി തോന്നി. എന്തായിരുന്നു VSനൊപ്പമുള്ള യാത്ര എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് അത് വായിക്കുമ്പോൾ. അതിലുപരി എനിക്കൊരു കാര്യം ചോദിക്കാൻ തോന്നി. ശ്രീ സുരേഷ് കുമാറിന് ആരായിരുന്നു VS എന്ന് ഒന്ന് വൈകാരികമായി ഒന്ന് കുറിച്ചാൽ എന്തായിരിക്കും മറുപടി? മൈ ഫാദർ വാസ് എ ബ്യൂറോക്രാറ്റ്. അപ്പോൾ അച്ഛൻ്റെ ഉപദേശത്തിൽ അച്ഛൻ പറഞ്ഞു തരാറുണ്ടായിരുന്നത് എപ്പോഴും ബ്യൂറോക്രാറ്റിനും പൊളിറ്റീഷ്യനും സെപ്പറേറ്റ് റോൾസാണ്. ദ ബ്യൂറോക്രാറ്റ് കംസ് എങ്ങനെയാണ് വരുന്നത്, അതായത് 35 വർഷം നാടിനെയും നാട്ടുകാരെയും സേവിക്കാൻ യോഗ്യനാണ് എന്ന് ഒരു റിഗറസ് ഇവാലുവേഷൻ പ്രോസസ്സിലൂടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഡിസൈഡ് ചെയ്യാണ്. യു ആർ റെഡി, യു ആർ ആക്ച്വലി കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ് ഫോർ 30-35 ഇയേഴ്സ്. ഇതിൻ്റെ കൗണ്ടർ ബാലൻസ് ആണ് യുവർ പൊളിറ്റിക്കൽ ബോസ് കംസ് വിത്ത് സ്ലൈറ്റ്ലി ലെസ്, ഒരു 35 വർഷത്തെ മാൻഡേറ്റിലാണ് വരുന്നത്. പക്ഷേ അദ്ദേഹം വരുന്നത് നേരിട്ട് ആൾക്കാരുടെ ഒരു ഇതോടുകൂടിയാണ്. അപ്പോൾ ഇത് രണ്ടുപേരും അദ്ദേഹത്തിന് ലോങ് ടേം പെർസ്പെക്റ്റീവ് ആലോചിക്കണ്ട, 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് മതി. അവരെ പെർസ്പെക്റ്റീവ് കാണിച്ചു കൊടുക്കേണ്ടത് ബ്യൂറോക്രാറ്റാണ്. മറിച്ച് ഇപ്പം നമ്മൾ ലോങ് ടേം പെർസ്പെക്റ്റീവ് മാത്രം നോക്കിയിരുന്നാൽ ഈ ഏർജൻസി ഓഫ് വാട്ട് ഇസ് ഗോയിങ് ഓണും നോക്കണം. സോ അത് രണ്ടു കൂട്ടരും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയാൽ ദെൻ ആ കോമ്പിനേഷൻ വർക്ക്സ്. ഈ തോളത്ത് കൈയിട്ടാൽ പോയി, നാട്ടുകാരൻ സഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടാണ് അതുവരെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിനർത്ഥം ആര് മന്ത്രിയാണെങ്കിലും ഒരു പോയിൻ്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തൊരു ഘട്ടം വരുമ്പോൾ ഒന്നില്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു ഞാൻ വഴി പോകും. അപ്പോൾ അതുപോലെ ഒരു സാധനം അല്ല. ബിക്കോസ് ഞാൻ VSനെ പരിചയപ്പെടുന്ന എൻ്റെ ഒരു ബോസായിട്ടല്ല. ഞാൻ ലോട്ടറീസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഈ വാസ് ദ ലീഡർ ഓഫ് ഓപ്പോസിഷൻ. ആൻഡ് പുള്ളി അതിനകത്ത് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ കാണണം എന്ന് എന്നോട് ഒരു ഷാജഹാൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് കള്ളപ്പണവും ഒരുപാട് അഴിമതിയും ഇൻവോൾവ് ആയിട്ടുള്ളൊരു റാക്കറ്റായിരുന്നു അത്. അപ്പോൾ അതിലാരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള അറിയാനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് വേറൊരു വ്യക്തിയാണ്. വളരെ പരുക്കനായ ഒരു രാഷ്ട്രീയക്കാരനെ പ്രതീക്ഷിച്ച് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും വളരെ വളരെ എന്താ പറയുക സെൻസിറ്റീവായിട്ടുള്ള, വളരെ എന്താ പറയുന്നത്, വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള, അതിനകത്ത് ഇതിൻ്റെ വിക്ടിംസായിട്ട് ആത്മഹത്യ ചെയ്ത് പോകുന്നത് സാധാരണക്കാരനാണ്, ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും. അപ്പോൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൺസേൺഡായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് വെരി വെരി ഡിഫറെൻറ്റ് ഫ്രം പീപ്പിൾ ഐ ഹഡ് മെറ്റ് സോ ഫാർ. പിന്നെ ആ തുടക്കത്തിൽ ദർ ഇസ് നത്തിങ്, ഐ എം നോട്ട് ഹിസ് സബോർഡിനേറ്റ്, ഹി ഈസ് നോട്ട് മൈ ബോസ്. അപ്പോൾ അതൊരു വേറൊരു ബന്ധമാണത്. അതാണ് അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം
ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിരുന്നപ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ എന്നെ കൺസൾട്ട് ചെയ്യുമായിരുന്നു, ഹെൽപ്പ് വേണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോകേണ്ടി വന്നപ്പോൾ then I realized that this is something else because he is really desperate. അത് ആദ്യം ഷീല തോമസ് സെക്രട്ടറി ടു CM ആയിട്ട് ജോയിൻ ചെയ്തു. ബട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനാണ് പുള്ളിക്കാരുടെ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്, ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ള ഒരു ഇതിലാണ് പോയത്. അപ്പോൾ ആ ചങ്ങലകളുടെ ഇടയിൽ കൂടെ കാര്യങ്ങൾ പോകണം. കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അത് കൊണ്ടുപോകാനായിട്ട്. ആൻഡ് ദാറ്റ് വാസ് ചാലഞ്ചിങ് ആൻഡ് ദാറ്റ് ഐ യൂസ് ടു എൻജോയ് ഓൾ കൈൻഡ്സ് ഓഫ് ചാലഞ്ചസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാർട്ടി അവരുടെ തീരുമാനം എന്നുള്ളതൊന്നും എനിക്ക് ബൈൻഡിങ് അല്ലല്ലോ. ഇപ്പോൾ VS ആണ് ആവശ്യപ്പെടുന്നത്, അതിൻ്റെ ഒരു ലീഗാലിറ്റി ആൻഡ് ബ്യൂറോക്രാറ്റിക് കറക്റ്റ്നെസ് എൻഷുർ ചെയ്ത് പിന്നെ അതിനകത്തൂടെ ഡോട്ട് ചെയ്ത് പോകാൻ ഉള്ളൊരു രീതിയിലായിരുന്നു അത് പോയിരുന്നത്. അങ്ങൊരു പാതിരാത്രി VSനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്, എന്തോ അത്യാവശ്യം ഒരു ഫയൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങ് കാണുന്നൊരു ഇമേജ്, ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു രണ്ട വെളിച്ചത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു VS ആണ്. എനിക്ക് ഭയങ്കര രസമുള്ളൊരു ഇമേജറി ആയി തോന്നി. ഇത്രയുണ്ട്, വലിയൊരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഒരു പേജ് ഇങ്ങനെ മാറ്റി എന്നിട്ട് അതിൻ്റെ ബുക്കിൻ്റെ ഇത്രയും വലിയ ബുക്കാണ്. അതിൻ്റെ റിബിൽ ഈ നൂല് അതൊക്കെ ഇങ്ങനെ പിന്നെ പോയി കിടക്കണം. വളരെ പഴക്കമുള്ളൊരു സാധനം. പക്ഷെ പുള്ളി അങ്ങനെ ആയിരുന്നു. പുള്ളി വളരെ സ്റ്റുഡിയസ് ആയിരുന്നു എന്ത് കാര്യങ്ങളും. ഇപ്പം ഞാനതിൽ ആദ്യം പറയുന്നുണ്ട്, ഇപ്പോൾ ഷാജഹാൻ ഞാൻ ചെല്ലണമെന്ന് പറയുന്നത്, ഷാജഹാന് ഇത്തിരി ഇൻട്രിഗേറ്റാണ്. എല്ലാ വിഷയങ്ങളും അതിൻ്റേതായ ഡെപ്തിലൊരു VS പോവും. എല്ലാ കാര്യങ്ങളുടെയും ഡെപ്തിൽ പോയി മനസ്സിലാക്കണമെന്ന് വാശി പിടിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്ത് സാധനം എടുത്താലും ഇങ്ങനെ ഒരു കാഷ്വലായിട്ട് VSനെ പറ്റിച്ച് ഓടിക്കാൻ പറ്റത്തില്ല. കഥ വളരെ ഡെപ്തിൽ പോയി പോകുന്നതാണ്. അപ്പോൾ VS അത് ഇരുന്ന് പഠിക്കുന്നതാണ്. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല VS അങ്ങനെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ പഠിക്കാനുള്ളൊരിത്, പൊരുതാനുള്ളൊരു കരുത്ത്, അതുപോലെ അങ്ങയുടെ ഓർമ്മയിലുള്ളൊരു സംഭവമോ ഒരു ഓർമ്മയോ അത് VS ഒപ്പമുള്ളൊരു മനസ്സ് തൊട്ടൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? അല്ല, അതിപ്പോൾ ഈ പാലാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ കാര്യം ഇങ്ങനെ പറഞ്ഞു. അത് VSനെ മൃഗീയമായിട്ടാണ് അവർ തല്ലിയത്. അത് പാലാ അപ്പോൾ അത് VS തന്നെ പറഞ്ഞത്, അവിടെയൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർ കുറവല്ലേ, അവിടെയൊക്കെ കേരള കോൺഗ്രസ്സുകാരും ക്രിസ്ത്യൻ ആണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ ഒളിവിൽ പോയ അവിടെ ഈ പൂഞ്ഞാർ അടുത്തൊരു കൊച്ചു കുന്നിൻ്റെ പേര് തന്നെ നായനാർ കുന്നതാണ്. നായനാർ അവിടെ ഒളിവിൽ. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് VS ഈ കാലത്ത് എഴുന്നേറ്റ് കുളിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അത് അവിടെ ഒത്തിരി കുന്നും പ്രദേശമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാർ എളുപ്പം കാലത്ത് പോയി കുളിയൊന്നുമില്ല. സംബഡി നോട്ടീസ് ദിസ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്ന വഴി മുഴുവൻ തല്ലി. അവിടെ പോയി അപ്പോൾ സ്റ്റേഷനിൽ അതിൻ്റെ ലോക്കപ്പിൽ ഇട്ടിട്ടാണ് ഈ കയറ് അതിങ്ങനെ കാണിച്ചു തന്നത്. കാലിൻ്റെ പാദത്തിൽ ഇങ്ങനെ ബാൻഡ് വലിഞ്ഞ്. അപ്പോൾ അത് എല്ലായ്പ്പോഴൊന്നും VS അങ്ങനെ റിലാക്സ്ഡ് ആകില്ല. അത് പുള്ളിയുടെ ഒരു അനുസരിച്ചിട്ടത് പറയും. കാണിച്ചു തന്നു. ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. എനിക്കൊന്ന് ജോസഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്താണ് ഇങ്ങനെ ബാക്കിലേക്ക് പോകാനായിട്ട് പറയുന്നത്. അപ്പം അന്ന് തന്നെ എനിക്ക് മറ്റേ കാര്യം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. പുള്ളി പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ചു VS എന്താണ് ഇങ്ങനെ ഈ ഒരു ശൈലി എവിടെ നിന്ന് കിട്ടി? ചില മൂഡിൽ ഈ ക്യാൻ ആക്സെപ്റ്റ് എനി ക്വസ്റ്റ്യൻ, എന്ത് ചോദിച്ചാലും പുള്ളി പറയുന്നൊരു മൂഡുണ്ട്. അപ്പോൾ ഇങ്ങനെ നീട്ടി സംസാരിക്കുന്ന ഒരു ശൈലി എങ്ങനെയാണ് ഇവിടെ നിന്ന് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ വളരെ കാഷ്വലായിട്ടാണ് പറഞ്ഞത്. അത് ഇപ്പോൾ ഞങ്ങൾ ഈ സ്റ്റഡി ക്ലാസ്സിനൊക്കെ കർഷക തൊഴിലാളികളുടെ സംഘടിപ്പിച്ചിട്ട് രാത്രി അമ്പലപ്പറമ്പിലും അവിടെ സ്കൂൾ കോമ്പൗണ്ടിലൊക്കെ രഹസ്യമായിട്ടാണ് ഈ യോഗം നടത്തുന്നത്. അപ്പോൾ ദൂരെ ഇരിക്കുന്ന അപ്പോൾ തന്നെ ദൂന്ന് നീട്ടങ്ങൾ ഏറ്റവും ബാക്കിലിരിക്കുന്ന അമ്മമാർക്കും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഉറക്കെ ഇത്തിരി നീട്ടി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അതങ്ങ് ശൈലിയായി.
അപ്പോൾ ഇത് പറയുമ്പോൾ പുള്ളി ഒരു തമാശയാണ് പറയുന്നത്. ആക്ച്വലി അത് വളരെ തമാശ രൂപത്തിലാണ്. പക്ഷെ പെട്ടെന്ന് അതിൻ്റെ കൂടെ പുള്ളി പറഞ്ഞത്, ഇവരൊന്നും കൂലി കൂട്ടിത്തരണമെന്നും പറഞ്ഞല്ല സമരം ചെയ്തിരുന്നത്. കൂലി തരണം, അന്ന് കൂലിയില്ല. ഈ നെൽപ്പാടത്ത് പണിയെടുക്കുന്ന ഈ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത്തിരി നെല്ല് കൊടുക്കും, അല്ലെങ്കിൽ കഞ്ഞി വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ അങ്ങ് അമേസ്ഡാണ്. കാരണം ഒരു പൊളിറ്റീഷ്യൻ എന്ത് ലെവലിൽ റിസ്ക് എടുത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നടന്നല്ലോ. ഇപ്പം നമ്മൾ കാണുന്ന എത്ര പൊളിറ്റീഷ്യൻസിന് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകും പറയാൻ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഈ തുടക്കത്തിൽ, എൻ്റെ സർവീസിൻ്റെ തുടക്കത്തിലൊക്കെ ഈ റിയൽ പബ്ലിക് എന്താ പറയുക മൈൻഡഡ് ആയിട്ടുള്ള ജനസേവകർ രാഷ്ട്രീയത്തിൽ വരലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇതൊരു പ്രൊഫഷണലായിട്ട് തന്നെ സ്കൂള് കോളേജ് കഴിയുമ്പോൾ SFIയോ KSUO ആയി വാർഡ് മെമ്പർ ഉണ്ടാക്കി 4 കാശുണ്ടാക്കണം എന്ന് പറഞ്ഞ് വരുന്ന ഒരു 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 ചേഞ്ച് ഉണ്ട്. ഈ ലോട്ടറിയിൽ അങ്ങ് പരിചയപ്പെടുന്നു, നിങ്ങൾ ഒരുമിച്ച് 2 പാരലായിട്ടാണെങ്കിലും പൊരുതുന്നു, വിജയിക്കുന്നു, അടുത്ത് VS മുഖ്യമന്ത്രിയാകുന്നു, അങ്ങ് ഓഫീസിലേക്ക് വരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു അങ്ങ് കാണുന്നത് പ്രകടമായ അല്ലെങ്കിലും നിശബ്ദമായ അല്ലെങ്കിൽ അപ്രത്യക്ഷമായ ചങ്ങലകളിൽ അദ്ദേഹം പലതരത്തിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്. അങ്ങ് VSൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ തന്നെ 2 ആൾക്കാർ ഓക്കെ ഇതൊരു മറ്റൊക്കെ അങ്ങ് എഴുതുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ? അങ്ങ് കണ്ടിരിക്കുന്ന ഒരു അനുഭവം അതെന്താണ് ശരിക്കും? അതിനകത്ത് VSന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു എസെൻഷ്യൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്യുമൻ ആ മനുഷ്യനുണ്ട്. അത് ഞാൻ ആ പുസ്തകത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ എന്താണ് ഗവൺമെൻറ്, ആർക്ക് വേണ്ടിയാണ്, എന്താണ് ഇതിൽ നിന്ന്, അതിനെക്കുറിച്ച് നല്ല വ്യക്തത ഉണ്ട്. പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനമുണ്ട്. അതിനെക്കുറിച്ച് പുള്ളിക്ക് അധികം പരിചയമില്ല. അപ്പോൾ അത് ഫുള്ളി ലോക്ക് ചെയ്യാണ്. ഇപ്പോൾ നോക്കി, ഈ സെക്രട്ടേറിയറ്റിൽ ഫയൽ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. മിനിസ്റ്ററുടെ ഓഫീസുകളിൽ അകത്ത് പോലും ഇതില്ലാത്ത ഒരേ ഒരു മന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെയാണ്. ഫയൽ എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ. അതേസമയം VSൻ്റെതായ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ VSന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് ആരാധകരും സുഹൃത്തുക്കളും ഉണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഫയൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് VS വേറെ എവിടെയെങ്കിലും കൂടെ കേൾക്കും, എന്നിട്ടാണ് അത് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ അതേസമയം ഇത് പൂഴ്ത്തുന്ന കക്ഷിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എഴുതുന്നുണ്ട്. ആ നിവേദിത P. ഹരിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് അപ്പോൾ അത് 10 ദിവസത്തിനകത്ത് റിപ്പോർട്ട് വരും. റിപ്പോർട്ട് വരുമ്പോൾ സുരേഷും അജിത്തും അനിലും കൂടെ ഒന്ന് വായിക്കണം. അതിനകത്ത് കുറേ തരികിടകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഈ റിപ്പോർട്ട് അവിടെ വന്ന് റുട്ടീനായിട്ടാണ് ഇത് മുക്കുന്നത്. ഇത് മുക്കുന്ന ആൾക്ക് അറിയത്തില്ല ഇത് എന്തിനാണ് മുക്കുന്നത്. പക്ഷേ ഈ ഫയൽ അവിടെ എത്തി എന്ന് VS എങ്ങനെ അറിഞ്ഞു? VSന് അത് തയ്യാറാക്കുന്ന റവന്യൂവിൽ തന്നെ VSന് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു സ്ട്രെങ്ത് ആയിരുന്നു. VSന് ഒരുപാട് കോൺഫിഡൻഷ്യലായിട്ട് അത് ചെയ്യുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ചെറിയ നിവേദിത P. ഹരിൻ്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അതിലൊരു ചെറിയ സംശയം, അല്ലെങ്കിൽ ഇത് ശരിയാണോ എന്ന് അങ്ങയുടെ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയ ഒരു ഏരിയ അതാണ്. മൂന്നാറിൽ അനധികൃത കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് നിവേദിത P. ഹരൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അത് പഠിച്ച് പറയൂ, നാളെ എനിക്ക് മന്ത്രിസഭാ യോഗമുണ്ട്, അതിലെനിക്ക് ഇതിൻ്റെ തീരുമാനം പറയണമെന്ന് VS അങ്ങയോട് ആവശ്യപ്പെടുന്നു. അങ്ങ് അത് പഠിക്കുന്നു. അതിലെ അതായത് ഇങ്ങനെ കുറവുകളുണ്ട് എന്നങ്ങ് പറയുന്നു. അതുവരെ എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന് ശേഷം ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ സുരേഷ്, ഞാൻ നാളെ മന്ത്രിസഭാ യോഗത്തിൽ എന്തു പറയണമെന്ന് അങ്ങയോട് ചോദിക്കുന്നു. അങ്ങ് അതിൻ്റെ മറുപടി പറയുന്നു. പക്ഷെ അത് ഒരു ബ്യൂറോക്രാറ്റിൽ ശരിയാണോ? ഇടുക്കിയിൽ പ്രത്യേകിച്ച് മൂന്നാർ പ്രദേശത്ത് വ്യാപകമായ കയ്യേറ്റങ്ങളുണ്ട്. ആ കയ്യേറ്റങ്ങൾ മുഴുവൻ നാട്ടുകാരെ അറിയിക്കുന്നത് അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളാണ്. പിന്നെ ഇവരുടെ അടുത്ത് നിന്ന് തന്നെ 4 ലക്ഷം 5 ലക്ഷം രൂപ വീതം ഇങ്ങനെ പിരിക്കുന്നു ഇതിന് ജനയുഗം ഫണ്ടിന് എന്നുള്ള വാർത്തകളും ലോക്കൽ പത്രങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഇത് VS ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ CPIയുടെ എന്താ പറയുക ഭൂമി കേരളം പ്രോജക്റ്റിൽ അതും
നിവേദിത പി ഹരനും KP രാജേന്ദ്രനുമാണ്. അപ്പോൾ അത് ഒരുപാട് പണം ധൂർത്തടിക്കുന്നു, ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നു. വി എസ് ഗോട്ട് ഫ്യൂരിയസ്. അപ്പോൾ ഇങ്ങനെയാണ് ക്യാബിനറ്റിൽ വെച്ച് VS ഇവരോട് രണ്ടുപേരെടുത്ത് നിങ്ങളൊന്ന് മൂന്നാറിൽ പോയി അടുത്ത മന്ത്രിസഭയ്ക്ക് മുമ്പ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ രൂക്ഷമായിട്ടാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു. ഞാൻ വളരെ ദേഷ്യപ്പെട്ടാണ് അവരോട് പറഞ്ഞത്. ഇവരവിടെ പോകുന്നു. ഇവരവിടെ പോയി 3-4 കയ്യേറ്റങ്ങളൊക്കെ കണ്ടു. അവിടെയുള്ള എല്ലാ ഓഫീസേഴ്സിനെ ഇടുക്കി ജില്ലയിൽ കളക്ടർ മുതൽ വില്ലേജ് അസിസ്റ്റൻ്റ് വരെയുള്ള ഓൾ ഓഫീസേഴ്സ് ട്രാൻസ്ഫേർഡ് ഔട്ട് എക്സെപ്റ്റ് രത്തൻ കേൽക്കർ. ദാറ്റ് ഇസ് അനദർ പാർട്ട് ഓഫ് ദ സ്റ്റോറി. ഇത്രയും പേരെ മാറ്റുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ കയ്യേറ്റങ്ങൾ ഞങ്ങൾക്ക് കുറച്ചല്ലേ കാണാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കയ്യേറ്റങ്ങളും വിശദമായി ഒന്ന് പഠിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് തരാൻ നിവേദിത പി ഹരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഈ നിവേദിത പി ഹരൻ ആണ് നോക്കുന്നതെങ്കിൽ ഒരുപാട് അപകടങ്ങളുണ്ടാകും എന്ന് VSനോട് പറഞ്ഞു കൊടുക്കുന്ന PC ജോർജാണ്. PC നേരിട്ട് ചെന്നാണ് പറയുന്നത്. അപ്പോൾ VCക്ക് അഗൈൻ ഈ പറയുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ വളരെ വളരെ വ്യാപകമായ നെറ്റ്വർക്കിംഗ് ഉണ്ട്. അപ്പോൾ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു. എന്താ പറയുന്നത്, മറ്റേതിനകത്ത് ഭൂമി കേരളത്തിൽ നടന്ന അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് അഴിമതി വരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു ഇന്നത് ഒഴിവാക്കും. ഈ പറയുന്ന സെറ്റ് ഓഫ് ഓഫീസേഴ്സിന് ടാറ്റയോട് പ്രത്യേകിച്ചിട്ടുള്ള കാര്യം. സോ ഇത് VS എന്നെ ബ്രീഫ് ചെയ്യുമ്പോൾ ഇതൊക്കെ പറയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാറിൽ അപ്രോക്സിമേറ്റ്ലി എന്തെല്ലാം തരത്തിലെ കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിയാം. ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ നെറ്റ്വർക്ക് അപ്പോഴും ഇല്ലേ, എൻ്റെ കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് അതിൽ പകുതി എക്സ്പെക്റ്റേഷൻസ് എങ്കിലും PC ജോർജ് പറഞ്ഞ് VS നോക്കണമെന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഞങ്ങളെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ടാറ്റ എന്ന് പറയുന്ന ഒരു വാക്ക് അതിലില്ല. അപ്പോൾ ഞാനതിൽ പറയുന്നുണ്ട്, ഇതിനൊരു 3-4 മാസം മുൻപ് ടാറ്റ മാത്രം ഭൂമി കയറി വച്ചിരിക്കുന്ന 10,000 കണക്കിന് ഏക്കർ അവരുടെ കൈവശത്തിലിരിക്കുന്ന ഇതുണ്ട്. അത് നോക്കാനൊരു എഫേർട്ട് VS എടുത്തു. അത് നിവേദിത പി ഹരനും KP രാജേന്ദ്രനോട് അത് സബോട്ടേജ് ചെയ്യുന്നു. ആ സർവേ നടന്നില്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് ടാറ്റ എന്നുള്ള വാക്കുണ്ടോയെന്ന് ഞങ്ങൾ നോക്കണ്ടേ. ഞങ്ങൾക്ക് ടാറ്റ. പിന്നെ രവീന്ദ്രൻ പട്ടയങ്ങളെക്കുറിച്ച് പത്രങ്ങളിൽ തന്നെ ഒരുപാട് വാർത്തകൾ അതിനു മുമ്പേ വന്നിരുന്നു. ഇവരുടെ റിപ്പോർട്ടിൽ അതില്ലാത്ത എന്താ, അതിനെക്കുറിച്ചൊരു വാക്കില്ല. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് ട്രെയിനി ആയിരിക്കുമ്പോഴും സുധാപിള്ള കളക്ടർ ആയിരിക്കുമ്പോഴും എനിക്കറിയാം ഇതിനകത്ത് ഭൂസംരക്ഷണ ലാൻഡ് കൺസർവൻസി ആക്ടിൽ പുറമ്പോക്ക് ഭൂമിയിൽ കയറി കയ്യേറി ഒരു കെട്ടിടം പണിഞ്ഞിരിക്കുന്നവരെ മാത്രമേ കാണാറുള്ളൂ സാധാരണ. പക്ഷെ അതല്ലാത്ത വെറൈറ്റി ഉണ്ട്. ഞാൻ ക്ലോസപ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട് വെച്ച് താമസിക്കാൻ കൊടുക്കുന്ന 4 സെൻറ്റ് ഭൂമിയിൽ കമേഴ്സ്യൽ ഇത് വെച്ച്, അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ പട്ടയം റദ്ദാക്കി ഇത് എൻക്രോച്ച്മെൻറ്റായി കൺവേർട്ട് ചെയ്ത് ഇത് അവരുടെ റിപ്പോർട്ടിൽ എങ്ങുമില്ല. ഏലം എനിക്ക് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് VSനെ കാണാനായിട്ട് വരുമായിരുന്നു ഒരുപാട് പേരുണ്ട്. ഈ പരിസ്ഥിതി പ്രവർത്തകർ, കുഞ്ഞുകൃഷ്ണൻ മാഷൊക്കെ നേരത്തെ അവിടെ വരുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എന്ത് തരത്തിലെ ലംഘനങ്ങളായിരിക്കും ഈ കാർഡമം ലാൻഡിലുണ്ടാകുന്നത്? അത് ചെയ്യുന്നത്രേ ഉള്ളൂ. വനമാണ് കൊടുക്കുന്നത്. വനത്തിൽ വനവൃക്ഷങ്ങളുടെ തണലിൽ ഏലകൃഷി ചെയ്യാനായിട്ടുള്ള അനുമതി മാത്രമാണ് കൊടുക്കുന്നത്. അത് പട്ടയമായിട്ട് കൊടുത്താലും പാട്ടത്തിന് കൊടുത്താലും. ഇത് 1 മീറ്ററിൽ കൂടുതൽ ഈ വൃക്ഷങ്ങളുടെ ശിഖരം മുറിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ഇത് മുഴുവൻ മാറ്റി അവിടെ എന്താ പറയുന്നത്, ഈ റിസോർട്ട് കൃഷി നടത്തൽ അവിടെ ഉണ്ട് എന്ന് പറയാം. VS തന്നെ പോയി ഇതിനകത്ത് അന്ന് ഇത് കഴിഞ്ഞും PC ജോർജ് പുള്ളിയോട് പറഞ്ഞത് VS വന്നാൽ മതി, ഞാൻ കൊണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഈ തരത്തിൽ കാണിക്കുകയും ചെയ്തു. അതുമൊക്കെ പത്രത്തിൽ വന്നു. സോ ഞങ്ങൾ ആ തരത്തിലതൊന്നും ഇവരുടെ റിപ്പോർട്ടിലില്ല. ഈ കാർഡമം റൂൾസ് വയലേഷൻ. സോ ഞങ്ങൾ ഒമിഷൻസാണ് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന ലെവൽ ഓഫ് ഒരു എവിക്ഷനിലോട്ട് പോകുന്നത് അപകടമാണ്. അതിൽ തന്നെ നമ്മൾ കുരുങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ എന്താ പറയുന്നത്,
ഈ റിപ്പോർട്ട് അംഗീകരിച്ചു എന്നോ അംഗീകരിച്ചില്ല എന്നോ തീരുമാനിക്കണ്ട. അപ്പോൾ ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാറിലും പ്രദേശത്തുള്ള കയറ്റങ്ങൾ മുഴുവൻ റിമൂവ് ചെയ്യുമെന്ന് തീരുമാനിക്കുക. അപ്പോഴും ഞാനാണ് പോകേണ്ടി വരാമെന്ന് എനിക്കറിയത്തില്ല. ഗവൺമെൻറ്റിന് ഒരു എന്താ പറയുന്നത്, അവിടെ ഓൾറെഡി 3-4 റിപ്പോർട്ടുണ്ട്. മേധേക്കർ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്, സനൽകുമാർ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. പിന്നെ അവിടെ ഗവൺമെൻറ്റിന് അവിടെ ഏതാണ് ഏറ്റവും മോശമായിട്ടുള്ള എൻക്രോച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഫ്രീഡം വേണം. അപ്പോൾ ഈ റിപ്പോർട്ട് വിൽ ബി ഒരു ചങ്ങലായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് VS പറഞ്ഞത് ഇതൊന്ന് എഴുതി തരാം. അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഒട്ടും. അതിലൊരു വായിക്കുമ്പോഴും നമുക്കേ അതിലൊരു ഡിപ്പെൻഡൻസ്, ഒരു ബ്യൂറോക്രാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാണോ? അങ്ങനെയല്ല, അതിനകത്ത് ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ അതിൻ്റെ ഒരു ഭാഷയൊക്കെ ഇല്ലേ, അത് VSന് അറിയത്തില്ലല്ലോ. അപ്പോൾ ക്യാബിനറ്റ് ഡിസിഷനിൽ എടുക്കുമ്പോൾ നമുക്കതിന് വേണ്ട വേർഡിങ് എങ്ങനെ ആയിരിക്കും എന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ മന്ത്രിസഭ തീരുമാനം എഴുതി നല്ലത് അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. പുള്ളി ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഓക്കെ സാർ, ഇനി അടുത്ത് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നു. വലിയൊരു, ഇപ്പോൾ എനിക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മയിൽ ഇപ്പോഴും അത് ബാക്കിയുണ്ട്. അന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകളും പ്രതിപക്ഷം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി. അത് വ്യക്തിപരമായി അങ്ങേക്കൊരു ഹൈപ്പ് തന്നിരുന്നു. ആ കാലത്ത് എങ്ങനെയാണ് ഇന്ന് തിരിച്ച് ഓർമ്മയിലെടുക്കുന്നത്? ഞാൻ ഇത് കഴിഞ്ഞിട്ട് മൂന്നാറിൽ നിന്ന് വന്നു കഴിഞ്ഞ ഉടനെ ജോണി ലൂക്കോസ് നേരിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സിനിമാ താരത്തിനെ പോലെ അങ്ങനെ ചെയ്ത്. ഞാൻ പറഞ്ഞു, ജോണി, എനിക്ക് നേരമില്ലായിരുന്നു, എനിക്ക് പത്രം വായിക്കാൻ നേരമില്ല, ഈ TV-യിൽ വരുന്ന വാർത്ത കാണാൻ എനിക്ക് നേരമില്ല. ബിക്കോസ് എനിക്ക് നമ്മൾ ആക്ച്വലായിട്ട് പുറമേ കാണാത്ത ഒരുപാട് പണിയുണ്ട് അതിൽ. ഈ ഓരോ കേസും ഒരു സാധനം എടുക്കുമ്പോൾ അതിനകത്ത് വ്യത്യസ്തമായ 4-5 നിയമങ്ങൾ വരുന്നതാണ്. ആ നിയമലംഘനങ്ങൾ പ്രിസൈസായിട്ട് നോക്കി അതിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുമായിട്ട് ഇത് ചെയ്തു. നമ്മളത് ഫുൾ പ്രൂഫായിട്ട് ചെയ്യണം. ഞാനിപ്പോഴും വിചാരിക്കുന്നത് അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അതാണ് കാരണം ഇപ്പോഴും എനിക്കിവിടെ വന്നിരിക്കാൻ പറ്റുന്നു. 92 കെട്ടിടങ്ങൾ ഇടിച്ചിട്ടു, 17,000 ഏക്കർ തിരിച്ചെടുത്തു, കുറേ കേസും കാര്യങ്ങളുണ്ട്. ബട്ട് എന്നെ ആരും ഇതുവരെ ജയിലിൽ ഇട്ടിട്ടില്ല. എൻ്റെ അടുത്ത് നിന്ന് 10 പൈസ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് ഈ എഫേർട്ടിൻ്റെ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇത്രയും ടൈപ്പ് ഓഫ് ഒരു മാസ് ഒരു മീഡിയ കവറേജ് പോണ കാര്യം എനിക്കറിയില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലത്. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിനകത്ത് ഒരു ലീഡ് റോൾ എടുക്കേണ്ടി വരും. കാരണം യു ഹാവ് റെഡ് ദ ബുക്ക്. അതിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി നോക്കിയാൽ എൻ്റെ കൂടെ അത്ര പേരുണ്ടായിരുന്നു മൂന്നാറിൽ, 5 പേര് താഴെ ഉണ്ടായിരുന്നുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ആദ്യം പൊളിക്കാൻ തൊഴിലാളികളെ കൊണ്ടുവരുമ്പോൾ തന്നെ DYSP വന്ന് പറയുന്നുണ്ട് അവരെ ആരും ഇറക്കിക്കൊണ്ടുപോയി, ഇപ്പോൾ തൊഴിലാളികളൊന്നും കിട്ടില്ല എന്നല്ലേ. അവിടുന്ന് തുടങ്ങിയത്, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നതാണ്. അപ്പം ഞാൻ അതിനകത്ത് പറയുമ്പോൾ ഒരു 4-5 പേരേ ഉള്ളത്. എനിക്ക് അവിടെയുള്ള 2 സബ് കളക്ടേഴ്സിനും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മോഹൻദാസ്, രതൻ കേൽക്കർ. എനിക്ക് വിസിബിളായിട്ട് ഈ ഫയലുകൾ കാണാമല്ലോ. പിന്നെ അവർ നേരെ നിവേദിത ബിഹാറിൻ്റെ ഇനീഷ്യൽ ഇതാണ്. ആദ്യമേ അവരുടെ 10 റിപ്പോർട്ട് കൊടുത്ത് മന്ത്രിസഭയിൽ അടുത്ത ഡിസിഷൻ, റിപ്പോർട്ട് ഈ സ്പെഷ്യൽ ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് തന്നെ ഇവർ ഈ 2 ടാസ്ക് ഫോഴ്സ് സെറ്റ് ചെയ്തു. വിച്ച് ഷുഡ് നോട്ട് ഹാവ് ബീൻ ഡൺ. ബിക്കോസ് ഇത് മന്ത്രിസഭയുടെ മുമ്പിൽ വന്ന ഒരു വിഷയമല്ലേ. മന്ത്രിസഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് മന്ത്രിസഭയോടും കൂടെ ആലോചിക്കാതെ ഇവരെ 2 പേരെ 2 ടാസ്ക് ഫോഴ്സുകളായിട്ട് അവിടെ നിർത്തി ഞാൻ ചെല്ലുമ്പോൾ പിന്നെ ഞാൻ അവരെ ബലമായിട്ട് എൻ്റെ സബോർഡിനേറ്റ്സ് ആക്കി എന്നുള്ള വേറൊരു കാര്യം. പിന്നെ അവർ അവരുടേതായ ഏർപ്പാടുകൾ സൈമൾട്ടേനിയസ്ലി ചെയ്യുന്നുണ്ട്. അത് അറിയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ VS എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഞാനും അതിലോട് ഉറച്ചു നിന്നാണ്. നമ്മൾ ഈ ചെറിയ എന്താ പറയുന്ന കുടിലുകളും അല്ലെങ്കിൽ ചെറിയ വെട്ടിക്കടകളും റിമൂവ് ചെയ്യാനായിട്ട് എന്തിനാ ഇത്രയും വലിയൊരു എഫേർട്ട്. അപ്പോൾ അവർക്ക് കൊണ്ട് നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുത്ത് അവരെ കൊണ്ട് ഒരു അജിറ്റേഷൻ ഉണ്ടാക്കി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ. അത് VS പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു. അവിടെ ഇത് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ജില്ലകളിലും കളക്ടർമാർ ഉഷാറായി. അപ്പോൾ അതിന് അപകടം VS സെൻസ് ചെയ്തു. VS എന്നെ വിളിച്ച് പറഞ്ഞ്, സുരേഷ് ഇത് ഇങ്ങനെ ആയാലും ഇവന്മാർ മനഃപൂർവ്വം എന്തെങ്കിലും കൊണ്ട് കുളമാക്കിയാലോ.
അത് എനിക്ക് ഭയങ്കര ഒരു കോംപ്ലിമെൻ്റാണ്. അതായത് സുരേഷ് അവിടെ കുളമാക്കില്ല. പക്ഷേ ഇവരെല്ലാവരും കൂടി ആവേശം മൂത്ത് പോയിട്ട് അപ്പം ഞാൻ പറഞ്ഞു അത് സാറേ അത് അങ്ങനെ ഒരു തുറന്നു വിട്ടത് വേണ്ട, ഒരു ക്ലിയർ സ്റ്റേറ്റ് വൈഡ് ഒരു പ്രോഗ്രാമായിട്ട് അതിൻ്റെ വലുപ്പവും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്ത ഒരു ധാരണയിൽ പോയില്ലെങ്കിൽ ഇതുപോലെ അത് പാരവയ്ക്കാനായിട്ട് തന്നെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. സാർ, ആ പ്രോസസ്സ് ഇങ്ങനെ നടക്കുമ്പോഴേ നമ്മൾ അബാദിൽ ഏറ്റുമുട്ടുന്നു, അങ്ങനെ വമ്പന്മാരെയാണ് തൊടുന്നത്. ഈ ചെറിയൊരു നിലകെട്ടിടം വെച്ചിരിക്കുന്നവരെ ഒന്നും തൊട്ടില്ല. അങ്ങനെ പോയി ഈ CPIയുടെ ഓഫീസിലെത്തുമ്പോഴാണോ ഇതിനാദ്യമായിട്ടൊരു പ്രശ്നം, വല്ലാത്തൊരു ബുദ്ധിമുട്ട് നേരിടുന്നത്? ഇതിനകത്ത് ഈ ബുക്ക് റിവീൽ ചെയ്യുന്ന ആദ്യത്തെ ഒരു മിഥ്യ എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ അടുത്ത് ഈ പുസ്തകം വരണവരെയും ചോദിച്ചിരുന്നു, നിങ്ങൾ പോയി ആ CPIയുടെ ഓഫീസിൽ കയറി കൈവച്ചുകൊണ്ടല്ലേ പിൻവലിയേണ്ടി വന്നത്? ഈ പുസ്തകം വായിച്ചിട്ട് അങ്ങനെ തോന്നുന്നു. ഞാൻ 2-ാം ദിവസമാണ് ഇതിനകത്ത് കൈവയ്ക്കുന്നത്. ഈ സോ കോൾഡ് CPI ഓഫീസിൻ്റെ കെട്ടിടത്തിൻ്റെ സ്ലാബ് കൈവയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ അടുത്ത ഒരു 26 ദിവസം കൊണ്ട് 92 കെട്ടിടങ്ങൾ ഇടിച്ചിടുന്നതും 17,000 ഏക്കർ പിടിക്കുന്നു. അപ്പോൾ ഈ CPIയുടെ ഓഫീസിൽ തൊട്ടതുകൊണ്ട് ഇതിൽ പറ്റില്ല. പിന്നെ വേറൊന്ന്, ഈ CPIയുടെ ഓഫീസിൽ തൊട്ടില്ല, അത് ഇതിനകത്ത് റിവീൽ ചെയ്യുന്നൊരു വലിയ സത്യമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടല്ല അത്. ആദ്യത്തെ ദിവസം തന്നെ സമ്മർ കാസിൽ എന്ന് പറയുന്നൊരു ബിൽഡിംഗ് തോണ്ടിയിടുന്നു. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ എനിക്കത് വളരെ എന്താ പറയുക ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നത് ആ സുരേഷ് ബാബുവാണ്, നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഉച്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ ആ ദേവികുളത്ത് പോണ വഴിക്ക് ഒരു 5 കെട്ടിടമുണ്ട്, ഞാൻ 2-3 ആഴ്ച മുമ്പേ നോട്ടീസൊക്കെ കൊടുത്തതാണ്, അവരുടെ പുറകിൽ MLA ആൾക്കാരും ഒക്കെ ഉണ്ട്, ഞാൻ അവിടെ ചെന്ന് നിങ്ങളെന്താ നോട്ടീസിനനുസരിച്ച് മാറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ പരിഹാസമാണ്, സാറൊന്ന് വരണം, സാറൊന്ന് വന്ന് കിട്ടിയാൽ പിന്നെ അവർ ഞങ്ങൾ എങ്ങനെയെങ്കിലും മാറ്റിത്തരാം. അപ്പം ഞാൻ പറഞ്ഞു ശരി വരാമെന്ന് പറഞ്ഞു. ദേവികുളത്തേക്ക് പോകുന്ന ആ ഒരു വളവിൽ 4 കെട്ടിടങ്ങളാണ്. ഈ ഓരോ കെട്ടിടത്തിൻ്റെയും ഫ്രണ്ടിൽ ഒരു നിരയാണ് ഹൈവേയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവരെ കൊണ്ട് തന്നെ ഒരു ടേപ്പൊക്കെ സംഘടിപ്പിച്ച് 30 മീറ്റേഴ്സാണ് അതിൻ്റെ വേണ്ടത്. അപ്പോൾ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് 15 മീറ്റർ എന്നിട്ട് ആ ബിൽഡിങ്ങിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ഇതങ്ങ് മാറ്റിക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടീസ് നേരത്തെ കിട്ടിയതല്ലേ, നിങ്ങൾ സ്വയം അത് മാറ്റുന്നതാണ് നല്ലത്. നാളെ നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു JCB ആയിട്ടൊക്കെ വന്നാൽ ഇതിൻ്റെ പുറകിലത്തെ ഒരു നേരെയും കൂടെ റൂം പോയേക്കും, അപ്പോൾ അതെന്തിനാണ് റിസ്ക് എടുക്കുന്നത് എന്ന് ചെയ്തു സമാധാനപൂർവ്വം പറഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസമാണ് രാജു നാരായണസ്വാമി കളക്ടറായിട്ട് വരുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഈ ഏലപ്പാട്ടത്തിന് ഫയൽ ഒരു കുന്നുണ്ട്, അത് പഠിക്കുകയാണ്. കാരണം എനിക്ക് അബാദിൻ്റെ നോക്കണം, ആ BCG ഗ്രൂപ്പിൻ്റെ നോക്കണം, അത് വലിയ സാധനങ്ങളാണ്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് രാവിലെ സ്വാമി ചാർജ് എടുത്തിട്ട് ഗസ്റ്റ് ഹൗസിൽ വിടും. അപ്പം ഞാൻ പറഞ്ഞു, സ്വാമി ഇന്ന് നിങ്ങൾ ഋഷിരാജുമായിട്ട് അവിടെ പോയിട്ട് ആ ദേവികുളം ആ കേബിലുള്ളത് അവർ സ്വയം പൊളിച്ച് മാറ്റാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ അത് മാറ്റണമുണ്ടോയെന്നൊന്ന് നോക്കിക്കേക്കോ, വേണമെങ്കിൽ അവരെ സഹായിക്കാൻ നമുക്ക് JCB ഒക്കെ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇത് വായിച്ചു നോക്കണം. ഇങ്ങനെയാണ് ഞാൻ ഗസ്റ്റ് ഹൗസിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ആ 5 ബിൽഡിങ്ങും ചെന്ന് അവർ തന്നെത്താനെ അത് ഇവർ ഹെൽപ്പ് ചെയ്തു. പക്ഷേ സ്വയം ഞങ്ങൾ ഒളിച്ചു മാറ്റിയതാണെന്നും പറഞ്ഞൊരു കത്തുമൊക്കെ എഴുതി വാങ്ങി പോന്നു. അപ്പോൾ ഇത് കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും എന്നെ രത്തനാണ് ആദ്യം വിളിച്ചത്, മോഹൻദാസും ഉണ്ട്, ഫോണിൽ വിളിച്ചിട്ട് സാർ ഒന്ന് ഇങ്ങോട്ട് വരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അല്ല, ഈ നാഷണൽ ഹൈവേക്കാർ ഇവിടെ ഒരു നാഷണൽ ഹൈവേയിലേക്ക് എക്സ്റ്റെൻഡ് തന്നിരുന്ന ഒരു സ്ലാബ്, അതിന് 2 ആഴ്ച മുമ്പ് നോട്ടീസ് കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ അവർ JCB കൊണ്ട് ആ സ്ലാബ് ഇളക്കുകയാണ്. അപ്പോൾ അവിടെ ആൾക്കാർ മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് കാണാൻ ഞാൻ എന്തിനാ പോണേ? അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ നോട്ടീസ് കൊടുത്തിട്ടുള്ള കാര്യമാണ്, ആൻഡ് ഇറ്റ് ഇസ് ഓൺലി സ്ലാബ്, അതങ്ങ് തട്ട്, അതിന് കൂടുതൽ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഐ ഗോട്ട് ബാക്ക് ടു മൈ ഫയൽസ്. ഞാൻ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ വാർത്തയാവുമായിരുന്നല്ലേ? വാർത്തയാവുന്ന മാത്രമല്ല, ഈ സാധനമാണ് ഇവർ CPI ഓഫീസ് എന്ന് പറയുന്നത്. CPI ഓഫീസാണെന്നുള്ള വാക്ക് എന്നോട് പറയുന്നില്ല. CPI ഓഫീസ് അല്ല, ഞാൻ ഇന്നും പറയാം. എന്ന് വെച്ചാൽ ഇത് പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഇതിനകത്ത്
അപേക്ഷ കക്ഷിയായ പി കെ വാസുദേവൻ നായരും ഭാര്യയും ഇവിടെ കുടിൽ കെട്ടി താമസിച്ചു വരുന്നു എന്നെഴുതിയ ഒരു മഹസറാണ് ആ ഫയലിൻ്റെ തുടക്കം. അപ്പം അത് തന്നെ വളരെ ക്രൂരതയാണ്. അത്രയും മഹാനായ ഒരു അതേ സമയത്ത് പി കെ ഇവിടെ മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം. ആ ദിവസമാണ് അവിടെ കുടിൽ കെട്ടി താമസിക്കുമെന്ന് എഴുതുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അത് എഴുതി വെച്ചു. ഇനി സപ്പോസ് അങ്ങനെ പി കെ വാസുദേവൻ നായർക്ക് 4 സെൻറ്റ് വീട് വയ്ക്കാൻ കൊടുത്ത പട്ടയമാണെന്ന് വെച്ചോ. ആണെങ്കിൽ തന്നെ അവിടെ ഒരു വീട് വയ്ക്കാനല്ലേ പറ്റുള്ളൂ. അന്ന് പണിഞ്ഞതാണ് ഒരു 6 നില 7 നില ഹോട്ടൽ ബിൽഡിംഗ്. ഇന്നും അതിന് 6000 രൂപ 7000 രൂപയാണ് ഡെയിലി റൂം റെൻ്റുള്ള ഒരു ഹോട്ടലാണ് അന്നും ഇന്നും. ഇതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ എല്ലാ വിറകൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ അടുത്തൊരു AITUC എന്ന് പറഞ്ഞൊരു കൊടിയുണ്ട്. ഈ കെട്ടിടത്തിന് എങ്ങനെയാണ് CPI പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത്? ഞാൻ VSൻ്റെ അടുത്ത് അത് പിന്നെ തർക്കിച്ചു. അതിനകത്ത് ആ മന്ത്രിസഭ ഉപസമിതിയിൽ തന്നെ ഞാൻ പറഞ്ഞു സാറേ, ഇപ്പോൾ നമുക്ക് AKG സെൻറ്റർ ഗവൺമെൻറ് പട്ടയം കൊടുത്ത ഭൂമിയാണ് അല്ലേ. അപ്പോൾ ലാൻഡ് അസൈൻമെൻറ്റ് ആക്ടിൽ തന്നെ പ്രൊവിഷനുണ്ട് ഈ പ്രസ്ഥാനങ്ങൾക്ക്, ഓർഗനൈസേഷൻസിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ. അത് ഗവൺമെൻറ്റിനാണ് അതിൻ്റെ അധികാരം. അപ്പോൾ ആ അധികാരം ഉപയോഗിച്ച് നമുക്ക് മൂന്നാർ തന്നെ ഒരു അവന്യൂ ഉണ്ടാക്കാം. എല്ലാ പാർട്ടീസിനും 10 സെൻറ്റ് വെച്ച് അവർ കെട്ടിടം പണിഞ്ഞ് പാർട്ടി ഓഫീസുകൾ ചെയ്യട്ടെ. ഇത് നമ്മൾ കുടിൽ വയ്ക്കാനെന്നും പറഞ്ഞിട്ട് ഒരാൾക്ക് പട്ടയം കൊടുത്തിട്ട് അത് പാർട്ടി ഓഫീസാണെന്ന് പറയുന്നത് ലീഗലി നിൽക്കില്ല. കോടതി ചെല്ലണ്ടേ ഇതൊക്കെ? അപ്പോൾ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ CPI ഓഫീസ് ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, അവരങ്ങനെയാണ് ആയിരിക്കും എന്നാണ് എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട്. ഇറ്റ് വാസ് ഒരു സബട്ടാഷ് അറ്റംപ്റ്റ് തന്നെയായിരുന്നു. സർ, ഈ ദൗത്യമൊക്കെ ഇവിടെ നടക്കുമ്പോൾ, വലിയ കോലാഹലങ്ങൾ നടക്കുമ്പോൾ, VS എന്ന മനുഷ്യൻ പാർട്ടിക്കുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി വേറൊരു ഫൈറ്റ് നടത്തുകയാണ്, നിങ്ങളെ അവിടെ തുടരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? തിരിച്ചല്ലേ, അതായത് VSൻ്റെ ആ ഫൈറ്റിന് വേണ്ടി ഞാൻ ഇവിടെ ചെയ്യുന്നതല്ലേ അല്ലേ, അത് അങ്ങനെയാണ്. പിന്നെ അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇത്രയും എന്നെ ആ പണിക്ക് ഡെപ്യൂട്ടി ചെയ്യുന്നു, അത് ഇത്രയും വലിയൊരു കോലാഹലമായി പാർട്ടി എടുത്തുനിന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ ഇറ്റ് ഇസ് ബ്യൂറോക്രാറ്റിക് റിസോഴ്സ്. ഓൾദോ അതൊരു ഒരു യുണീക്ക് ഡിസിഷനാണ്. എന്ന് വെച്ചാൽ അത് ഞാൻ അതിലെവിടെയോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട് കേരളം ഉണ്ടായ സമയം മുതൽ വ്യത്യസ്ത മന്ത്രിസഭകളാണ്, വ്യത്യസ്ത എന്താ പറയുന്നത് മിനിസ്ട്രികളാണ്. വിദ്യാഭ്യാസ വകുപ്പ്, അതിൻ്റെ മന്ത്രി, അതിൻ്റെ കോൺട്രാക്ടർ, അതിൻ്റെ അഴിമതി, മറ്റേത് PWD. അങ്ങനെ ഇവർ വളരെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റാണ്. ഇവിടുത്തെ കാര്യം മറ്റവർ ചെയ്യാൻ എത്തി നോക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഈവൻ ഒരു പാർട്ടിയുടെ അകത്താണെങ്കിൽ പോലും വ്യത്യസ്ത ഗ്രൂപ്പും കാര്യങ്ങളുമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ, ഒരുപക്ഷെ ആദ്യവും അവസാനമായിട്ടാണ് ഇങ്ങനൊരു എഫേർട്ട്, അതായത് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് ഒരു ഏജൻസി. അപ്പോൾ അത് ഒരു ഡിഫിക്കൾട്ട് സാധനമാണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത്. ഞാനതങ്ങ് പൂർണ്ണമായും അതിൻ്റെ സ്പിരിറ്റിൽ തന്നെ എടുത്തു. ഇതിനകത്ത് 5 മന്ത്രിമാരുള്ള ഒരു ഉപസമിതിയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്. 5 മന്ത്രിമാരെന്ന് പറഞ്ഞാൽ കോടിയേരി ആഭ്യന്തര വകുപ്പ് മന്ത്രി, പിന്നെ റവന്യൂ, ഫോറസ്റ്റ്, പിന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, PWD. ഈ 5 മന്ത്രിമാർ ആണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഒരു മന്ത്രിമാരുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു മന്ത്രിയുടെ സബോർഡിനേറ്റ് അല്ല ഈ സ്ഥാനം. അതെ. അപ്പോൾ 5 മന്ത്രിമാരുടെയും പ്രതിനിധിയായിട്ട് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ വിളിക്കാം, അല്ലാതെ ഒരു വിളിയും ഞങ്ങൾ എടുക്കില്ല എന്ന് ഞാൻ വാശി പിടിച്ചാണ്. അത് അവർക്ക് നന്നായിട്ട് അറിയാം, എന്നെ വിളിക്കാൻ പറ്റില്ല. ഞാനൊരു സ്ട്രേഞ്ചറാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഞാൻ വളരെ മുഷ്കനുമാണ്. അത് ഒരു റെപ്യൂട്ടേഷൻ അതുവരെ അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. ഇങ്ങനെ എഴുതുന്നുണ്ട്, ഈ മൂന്നാറിൻ്റെ ഒരു ഘട്ടം പലരുടെയും റിസോർട്ടിലൊക്കെ കൈവച്ച് തുടങ്ങിയപ്പോൾ അവിടുത്തെ ലോക്കൽ ഏറ്റവും വലിയ പൊളിറ്റീഷ്യനായിരുന്ന MM മണി പോലും മെല്ലെ മെല്ലെ VSൽ നിന്ന് അകലുന്നൊരു സാഹചര്യമൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അത് ശരിക്കും മെല്ലെ മെല്ലെ ആയിരുന്നില്ല. VS PC ജോർജും ഒക്കെ ആയിട്ട് ഒരു KP രാജേന്ദ്രനും മറ്റവരും പോയി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെയാണ് VS അങ്ങോട്ട് ചെല്ലുന്നത്.
അപ്പോൾ വി എസ് ചെല്ലുമ്പോൾ വി എസിനെ അക്കമ്പനി ചെയ്യുന്നത് എം എം മണിയാണ്, വി എസ് ഗ്രൂപ്പുകാരനായ ജില്ലാ സെക്രട്ടറി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈയും കാലും വിട്ടുവന്ന് മണി പ്രഖ്യാപിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാന്തമ്പാറ സൈഡിലാണ് ഈ 93 പട്ടയങ്ങൾ എന്ന് പറയുന്ന ഒരു ഫിനോമിനുണ്ട്. അത് നമ്മുടെ കെ എം മാണി മന്ത്രിയായിരിക്കുന്ന സമയത്ത്, റവന്യൂ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഉള്ളൊരു വലിയൊരു എഫേർട്ടാണ്. അതായത് 1977 മുൻപ് വനം കൈവശത്തിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ആ വനത്തിലെ കൈവശം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പട്ടയങ്ങൾ, അതിൻ്റെ പേര് തന്നെ റെഗുലറൈസേഷൻ ഓഫ് ഓക്യുപ്പേഷൻ ഓഫ് pre-1977 ഓക്യുപ്പേഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ്. അപ്പോൾ അത് പട്ടയം കൊടുക്കാനായിട്ട് ഉള്ളൊരു തീരുമാനത്തിന് പോലും കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതി വേണ്ടി വന്നു. കാരണം വനമല്ലേ, അത് കേന്ദ്ര വനം പരിപാലന നിയമത്തിനകത്ത് വരുന്നതാണ്. പക്ഷേ മാണി സാറല്ലേ ആൾ, അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻറ്റ് ഇവിടെ വനവൽക്കരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയോ വാങ്ങിച്ച പട്ടയമാണ്. ഈ പട്ടയത്തിൽ ഒരു കൃത്യമായ കണ്ടീഷൻ പറയുന്നത്, ആ പട്ടയം കിട്ടുന്ന ആൾക്കാർക്ക് ഇത് അടുത്ത തലമുറയ്ക്ക് ഓട്ടോമാറ്റിക് ഹെറിറ്റബിളാണ്. പക്ഷേ യു കനോട്ട് സെൽ ഇറ്റ്, പുറത്തൊരു വ്യക്തിക്ക് വയ്ക്കാൻ പറ്റത്തില്ല. ഒരു കമേഴ്സ്യൽ ബാങ്കിൽ ഇത് പണയപ്പെടുത്താനും പറ്റത്തില്ല. കാരണം ഈ വനം ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 93 ഇത് നടന്നിട്ട് 2006 ഞാൻ പോണ വരെ ഈ ഭൂമി ഒരു കാരണവശാലും ഇത് ഈ റിസോർട്ട് മാഫിയയുടെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന 4-ാം ദിവസം എനിക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു 25 ഏക്കർ ഭൂമി ഇങ്ങനെ ആരോ വാങ്ങിയിട്ട് അത് പോക്കുവരവ് ചെയ്യാൻ വില്ലേജ് ഓഫീസിൽ ചെല്ലുന്നു. ഇപ്പോൾ തഹസിൽദാരുടെ ഓഫീസിൽ ചെല്ലുന്നു. തഹസിൽദാർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇങ്ങനെ 4 പട്ടയത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ പട്ടയം എൻ്റെ ഫോം ഞാൻ കണ്ടിട്ടുണ്ട്, ട്രെയിനിങ് സമയത്തൊക്കെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു, അത് നിങ്ങളതിൻ്റെ ബാക്കിലെടുത്ത് നോക്കി ആ പട്ടയത്തിൻ്റെ പുറകിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് മറിച്ച് വയ്ക്കാൻ പാടില്ല. ആ മറിച്ച് വാങ്ങിയ ആളല്ലേ പോക്കുവരവ് വന്നിരിക്കണം, അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ തന്നെ പട്ടയം ക്യാൻസൽ ചെയ്യുക. പട്ടയം ക്യാൻസൽ ചെയ്തപ്പോഴത്തേക്കും ഋഷിരാജ് സിംഗ് പറഞ്ഞു, ഇത് ഇങ്ങനെയുള്ള കക്ഷികളായിരിക്കും ഇതിൻ്റെ ഭൂമാഫിയ, നമുക്ക് ക്രൈം കേസ് എടുക്കാം എന്ന് പറഞ്ഞ് അവർ ക്രൈം കേസ് ബുക്ക് ചെയ്തത് മാത്രമല്ല, ഇതിനകത്ത് ആ 4 പേരെന്ന് പറയുന്നത്, ഒന്ന് ലംബോദരനും ലംബോദരൻ്റെ 3 മക്കളുമായിരുന്നു. ക്രൈം കേസ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഇവർ 3 പേരും നാടുവിട്ട് ഒരു നൈജീരിയയിലെ എവിടെയോ ഒളിവിൽ പോയെന്നാണ് ആ കേസ് പിന്നെ അന്വേഷിക്കുന്നതെന്ന് പോലീസ്. നേരെ ബ്രദറാണ്. അങ്ങനെ ആ സമയത്താണ് മണി നേരെ അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് ചാടുകയും ചെയ്തു, എൻ്റെ കൈയും കാലും വെട്ടും എന്ന് പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു. വി എസ് അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ചോദിക്കുകയും ചെയ്തു മണിയുടെ അടുത്ത്, മണീനെ ഇപ്പം കണ്ടില്ലല്ലോ, സുരേഷിനെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടല്ലോ, കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണ് മണിയുടെ ഒരു ഇതിനകത്ത് ഇതിൻ്റെ ഒരു ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോട്ടറിയുടെ കാര്യം പറയുമ്പോൾ പോലുള്ളൊരു ഡയമെൻഷനുണ്ട്. ഇത് വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇക്കോളജിക്കലി വളരെ ഫ്രജൈലായിട്ടുള്ളൊരു പ്രദേശമാണ്. അത് അവിടെ വനത്തിനകത്തോ അല്ലെങ്കിൽ അങ്ങനെ വളരെ ഫ്രജൈലായിട്ടുള്ള സ്ഥലത്ത് ഒരാൾ ഒരു ഇല്ലീഗൽ റിസോർട്ട് പണിയാൻ പോകുമ്പോൾ അയാൾക്ക് എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കണം, ഇത്രയേ ഉള്ളൂ. അയാൾ അതിൻ്റെ ഒരു നല്ല അയാളുടെ ബഡ്ജറ്റിൻ്റെ ഒരു പാർട്ടി കാലങ്ങളിൽ വരുന്ന രാഷ്ട്രീയക്കാരന് കൊടുക്കാനും ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഈ പറയുന്ന എന്താ പറയുന്നത്, ഈ പറയുന്ന ഭൂമി യഥാർത്ഥത്തിൽ ആരുടേതാണ്? നമ്മൾ പിള്ളേരുടെ കാര്യം പറയുന്ന പോലെയാണ്. ഇപ്പോൾ ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. ഇതൊന്നും ഇത്തരത്തിലുള്ള ഭൂമി നമ്മുടെ ആരുടെ അല്ല, നമ്മൾ വെറും അതിൻ്റെ ട്രസ്റ്റീസാണ്, ഭാവി തലമുറയ്ക്കുള്ള, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് വെട്ടി വെളുപ്പിച്ച് എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കി മുങ്ങാമെന്ന് പറയുന്നവരെ നമുക്കൊരു ശത്രുപക്ഷത്തു നിന്ന് വേണം അത് ഡീൽ ചെയ്യാൻ. ഞാൻ അങ്ങനെയും കൂടെ അത് കണ്ടു. ബിക്കോസ് അത്ര ശക്തന്മാർ വന്ന്, പിന്നെ ഇപ്പോൾ ഞാനിത് പറഞ്ഞിട്ടില്ല, പക്ഷേ എത്രയോ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയാം, എത്ര റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർമാർ, ചീഫ് സെക്രട്ടറി, റിട്ടയർഡ് IG മാർക്കൊക്കെ അവിടെ റിസോർട്ടുണ്ട്. ബിക്കോസ് അതൊരു സേഫ്
ഇതാണ്. പിന്നെ ഒരു ഈ റിസോർട്ട് റാക്കറ്റിൽ അതിനകത്ത് ഈ മണി ലോണ്ടറിങ്ങിൻ്റെ ഒരു ഡയമെൻഷനുണ്ട്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ 150 മുറിയുണ്ട്. ഇപ്പോൾ അതിനകത്ത് വിദേശീയരാണ് വരുന്നതെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ടാവും, പോലീസിനെ അറിയിക്കണമെന്നുണ്ട്. ബട്ട് വിദേശീയരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ്, എൻ്റെ ഹോട്ടലിൽ എല്ലാ ദിവസവും ബുക്ക്ഡ് ഔട്ടായിരുന്നു. ആ ഫോൾസ് ഇത് കൊടുത്താൽ എന്ത് പറ്റുന്നു, എനിക്കിതിൻ്റെ ഇൻകം ടാക്സ് കൊടുത്താൽ മതി, എൻ്റെ കയ്യിലുള്ള പണം നേരെ വെളുക്കുകയാണ്. അങ്ങനെ ഉണ്ട്. ഒരു മനുഷ്യനും പോകാത്ത റിസോർട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അത് പലതരത്തിലുള്ള ഡയമെൻഷൻസ്. സാർ, ഇനി എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര വേദന, അങ്ങേക്ക് വേദനിച്ചിരിക്കുമോ എന്ന് തോന്നിയൊരു സന്ദർഭമുണ്ട്. ഒരു അവലോകന മീറ്റിംഗ് കഴിയുന്നു. അപ്പോൾ അങ്ങ് ശരിക്കും പോകുന്നത് മൂന്നാർ ദൗത്യത്തിൽ ഇങ്ങനെയൊക്കെ പരിമിതികളുണ്ട്, ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കണം, കുറച്ചുകൂടെ ഉദ്യോഗസ്ഥരെ വേണം, ഇതൊക്കെ പറയാനാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ VS കുറച്ച് ധൃതിയിൽ അത് അവസാനിപ്പിക്കും. VS അത് മുഴുവൻ കേട്ടു. കാരണം എനിക്ക് പറയാനുള്ളതൊക്കെ ഓൾറെഡി VSന് അറിയാം. അതിനകത്ത് ഈ രവീന്ദ്രൻ പട്ടയങ്ങളിലാണ് ഈ 2 പാർട്ടി ഓഫീസുകൾ ഉള്ളതെന്നും ഈ മറ്റേ ആ പട്ടയം PK വാസുദേവൻ ആ പട്ടയത്തിൻ്റെ അവിടെ വന്ന ചോദ്യങ്ങൾക്കൊക്കെ അങ്ങ് മറുപടി പറയുന്നുണ്ട് കൃത്യമായി. ഇത് ഞാൻ അവിടെ വെച്ച് പറയുന്നതിന് മുൻപ് VSനെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഞാൻ ഇച്ചിരി അഗ്രസീവായിട്ടാണ് പറയുന്നത്. കാരണം നമുക്ക് മറ്റേ പട്ടയം കൊടുക്കാമല്ലോ. അത് വീണ്ടും ആ പാർട്ട് വായിച്ചു നോക്കിയാൽ അത് വളരെ അൺനാച്ചുറലാണെന്ന് തോന്നും. നോക്കിയേ, ആ മുറിയിൽ ഞാനുണ്ട്, ഋഷിരാജുണ്ട്, രാജനാരായണ സ്വാമിയുണ്ട്. അപ്പുറത്തെ വശത്ത് 5 മന്ത്രിമാർ, മുഖ്യമന്ത്രി 5 പുറമെ വിജയകുമാർ, പിന്നെ ദിവാകരൻ, 7-8 മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, ഇവരൊന്നും ഈ സബ് കമ്മിറ്റിയിലുള്ളതല്ല. അപ്പോൾ അവരൊരു അജണ്ട ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ VS ഇൻ റെട്രോസ്പെക്റ്റ് ആലോചിക്കുമ്പോൾ VS എൻ്റെ നിന്ന് ഒരുപാട് പ്രതീക്ഷയാണ്, ഞാൻ വേണം ഇവരെ കൺവിൻസ് ചെയ്യാൻ. VS പറയണത് അത് നമുക്ക് സബ് കമ്മിറ്റി വരും, അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കിക്കോളും. അപ്പോൾ ഹീ വാസ് ലീവിങ് ഇറ്റ് ടു മീ. അപ്പം ഞാൻ അതുകൊണ്ട് VSനോട് ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി ആൾക്കാർ ലോ മിനിസ്റ്ററും കൂടെയാണ് വിജയകുമാർ എന്ന്. അങ്ങനെയാണ് ഞാനിത് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ അത് മുഴുവൻ കേട്ടു. പക്ഷേ ഓൾറെഡി VSനെ ഇവർ എന്താ പറയുന്നത്, എങ്ങനെയെങ്കിലും, അതായത് അതിൻ്റെ അകത്ത് ഞാൻ അതിനൊരു 2 ദിവസം മുൻപ് മൂന്നാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അത്യാവശ്യം ഇട്ട് വരണം. അപ്പോൾ എന്തോ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ആണ് ഈ വാർത്തയിൽ ഇങ്ങനെ പറയുന്നത്, കോട്ടിട്ട ആളുടെ പുറയിലുള്ള ആളെയും കുറിച്ചിട്ട് പന്നിയൻ രവീന്ദ്രൻ്റെ ഒരു റിയാക്ഷനുണ്ട്. അപ്പോൾ റിയാക്ഷനുണ്ട്. എൻ്റെ അടുത്ത് ആരോ ഫോണിൽ തന്നെ അതിൻ്റെ ഒരു റെസ്പോൺസ് ചോദിച്ച് ഞാൻ വളരെ വൈൽഡായിട്ട് എന്തോ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് സുരേഷ് വിളിച്ചിട്ട് പറഞ്ഞു, ഈ VS ആലുവ ഗസ്റ്റ് ഹൗസിലുണ്ട്. അപ്പോൾ ഞാൻ ആ പെരുമ്പാവൂരിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ പോയി പുള്ളിയെ കണ്ടു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വിട്ടുകൊടുക്കണ്ടോ, ഇത് അതൊന്നും നോക്കണ്ട, അവരങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, നമ്മൾ ഒട്ടും പുറകോട്ട് പോകണ്ടെന്നും പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്താണ് വിടുന്നത്. അപ്പോൾ ഒരു പക്ഷേ അവർക്കത് വലിയ ക്ഷീണമായിട്ട് തോന്നിയിട്ടുണ്ടാവും CPIക്ക്. ബിക്കോസ് ഞാൻ അവരൊട്ടും മൈൻഡ് ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, ഇത് മന്ത്രിയുമല്ല. അപ്പോൾ മന്ത്രിമാർ അധികം ബഹുമാനിക്കാതെ ഞാൻ പിന്നെ മന്ത്രിയുടെ കീഴിലുള്ള അവരുടെ പാർട്ടിയിലെ ആൾക്കാരെയൊക്കെ എന്തിനാണ് കാണുന്നത്. അപ്പം ഞാനത് അങ്ങനെ തന്നെ റിയാക്ട്. അത് അവർക്ക് ക്ഷീണം ഉണ്ടാക്കിയെന്നും പറഞ്ഞാണ് അത് CPIയെ ഒന്ന് പാച്ചപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് VS ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ ശാസിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത് ഇങ്ങനെ പല പത്രക്കാരും വിളിക്കുകയാണ്, നിങ്ങൾ അവിടെ ശാസിച്ചു, നിങ്ങൾ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാനൊന്ന് വീട്ടിലെത്തിട്ട് പേരൂർക്കടയാണ്. ഞാൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും VS ഇങ്ങനെ ലൈവായിട്ട് കത്തിയാണ്. അപ്പോൾ എനിക്കതിൽ സങ്കടം തോന്നാതിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ VS ഓൾറെഡി ആ പത്രസമ്മേളനം അറേഞ്ച് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നിർത്തിയിട്ട് പറയണമെന്നറിയാം. അപ്പോൾ അത് ഹേർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയിക്കളയെന്ന് പറഞ്ഞത് ഞാൻ അപ്പം തന്നെ രാത്രി അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെളുപ്പം കാലത്ത് നേരെ ഡൽഹി പോയി. ആരുടെയും കോളൊന്നും എടുത്തില്ല. പോകുന്ന വഴിക്ക് പുറന്ന് ക്ലിഫ് ഹൗസിൽ നിന്ന് കോൾ വരുന്നുണ്ട്. അത് അവിടെ കേരള ഹൗസിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കൗണ്ടറിൽ. റവന്യൂ മിനിസ്റ്റർ വിളിച്ചിരുന്നു,
വിളിച്ചാൽ തിരിച്ചു വിളിക്കണം എന്നൊരു മെസ്സേജ് തരാൻ പറഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആ മെസ്സേജ് എനിക്ക് കിട്ടി എന്നൊരു മെസ്സേജ് തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. That's it. പിന്നെ ഇവർ ഞാൻ മനസ്സിലാക്കേണ്ടത് പിന്നെ സുരേഷ് പറഞ്ഞാണ് അടുത്ത ദിവസം KP രാജേന്ദ്രൻ VS കാണാൻ പോയി. എന്നിട്ട് പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് സുരേഷ് എടുക്കണില്ല. അപ്പോൾ VS പറഞ്ഞെന്നാ പറയണ ഞാൻ വിളിച്ചിട്ടും എടുക്കണില്ല, അവൻ അങ്ങനെയാണത്. ഔദ്യോഗിക ജീവിതത്തിലെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചൊന്ന് വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഏറ്റവും വേദന തോന്നിയ നിമിഷത്തിലെന്ന് തോന്നിയത് ഈ സംഭവം തന്നെയാണോ അല്ല വേറെ സംഭവം ഉണ്ടോ? അല്ല, ഇതിനകത്ത് ശരിക്കും വേദന തോന്നി എന്നുള്ള സത്യമാണ്. ബിക്കോസ് എനിക്ക് ഞാനത് അതിൽ പറയുന്നുണ്ട്. അതായത് VS ആ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് VS പറയായിരുന്നു, ഞാനത് എടുത്തേനെ, ഐ വുഡ് ടേക്കൺ ഇറ്റ്. VS പറയായിരുന്നു. ഇതൊക്കെ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. എന്നാലും നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകകക്ഷിയുടെ പാർട്ടി ഓഫീസ് അത് അങ്ങനെ കാഷ്വലായിട്ട് അത് എടുക്കുന്നത് ഒന്നും കൂടെ ആലോചിച്ചിട്ട് ചെയ്യാമായിരുന്നു എന്ന് പറയാൻ അതുപോലും പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. എന്നെ ഈ പറയുന്നത് ഇത് മുമ്പോട്ട് ഇങ്ങനെ തന്നെ പോട്ടെ എനിക്ക് എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. ഇത് പറയായിരുന്നു. അത് പറയാതിരിക്കേണ്ട കാര്യം എന്താ, മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് അത് പറയായിരുന്നു. അപ്പോൾ അത് പിന്നെ അത് ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഒരു റോപ്പ്, ഒരു ടൈറ്റ് റോപ്പ് വാക്കിംഗ് ഇല്ലേ ഇവരുടെ, വളരെ ഫലമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ പിന്നെ 2-4 ദിവസം ഞാൻ ഡൽഹിയിൽ ഇതുവരെ ആരുടെയും കോൾ എടുക്കാതെ പിന്നെ ജോസഫ് മാത്യു ഒക്കെ വിളിച്ച് കരച്ചെല്ലാം പിടിച്ചില്ല, എന്നെ അനിയത്തിനെ കൊണ്ട് വിളിപ്പിച്ച്. അപ്പോൾ എന്തെങ്കിലും പിന്നെ ഞാൻ വന്ന് VS കണ്ടു. ഒന്നും അറിയാത്ത VS പറഞ്ഞു വേഗം വിട്ടു, അവിടെ ചെന്ന് വേഗം വീണ്ടും തുടങ്ങിയോന്ന് പറഞ്ഞു. പക്ഷെ പോയില്ല അല്ലേ? പോയി. വെൻ ബാക്ക് പോയിട്ട് ആണ് അപ്പോഴേക്കും ഈ CPI ഇത് എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യാനായിട്ട് ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് പിന്നെ ഈ ആ ടാറ്റയുടെ ഭൂമി എടുത്തത് 1250 ഏക്കർ. ഇറ്റ് വാസ് ആഫ്റ്റർ ദിസ്. പിന്നെ പക്ഷേ ആ പോയ സമയത്ത് തന്നെ ഈ VS ഇവർ ആ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഗവൺമെൻറ് ഓർഡർ ഇഷ്യൂ ചെയ്യിപ്പിച്ചു. പള്ളിയും അമ്പലങ്ങളും പാർട്ടി ഓഫീസുകളെയും ഒഴിവാക്കുന്നു. അത് ഒരു വളരെ വളരെ ക്രെഡിബിലിറ്റിയെ ടോട്ടലി അത് ആ ലീഗൽ ക്രെഡിബിലിറ്റി പോയി. അവിടെ ജസ്റ്റിസ് ശിരിജകൻ വേറെ ഏതോ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പത്രവാർത്ത മറ്റോ കണ്ടപ്പോൾ പുള്ളി അപ്പം തന്നെ പറഞ്ഞു എന്നാണ് പറഞ്ഞു, ഇനി മൂന്നാറിലെ കേസുകൾ ഇവിടെ വരട്ടെ, ഇതുവരെയും കോടതി വളരെ വളരെ ഒന്നും തടഞ്ഞിട്ടില്ല, ഇനി ഇങ്ങോട്ട് വരട്ടെ എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു. അനിൽ കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇത് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പിണങ്ങി ഡൽഹി പോയ കാര്യമൊന്നും അനിലിന് അറിയത്തില്ല. അനിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നത് സുരേഷ് അറിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്, ഇതെങ്ങനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു അനിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ ഡൽഹിയിലാണെന്ന് അനിലിനും അറിയത്തില്ല. അനിൽ പത്രം അങ്ങനെ ക്ലോസ് ആയിട്ട് വായിച്ചിട്ടില്ല, കുറേ കേസുകളില്ലേ. ഞാൻ പറഞ്ഞു അനിൽ VS തന്നെ വിളിച്ച് ചോദിക്കുക എങ്ങനെയാണ് ഈ ഗവൺമെൻറ് ഓർഡർ ഉണ്ടായതെന്ന് ചോദിക്കുക. അപ്പോൾ അനിൽ VS വിളിച്ചു. എന്നിട്ട് പറയാണ് VS ഇങ്ങനെ ഉരുണ്ട് പെരണ്ട് പറയണത് അങ്ങനെ പറ്റിപ്പോയി, എല്ലാവരും കൂടെ പറഞ്ഞ് ജയിപ്പിച്ചതാണ്. അപ്പോൾ അനിൽ തീർത്ത് പറഞ്ഞു ഏതായാലും ഈ ഗവൺമെൻറ് ഉത്തരവിനെ ഡിഫെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, കോടതിയിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനത് ഇമ്പോസിബിളാണ്. ഈ ഓർഡർ വിത്ഡ്രോ ചെയ്താൽ ആ വിത്ഡ്രോ ചെയ്ത ഓർഡറും കൊണ്ട് ഞാൻ കോടതിയിൽ പോയിക്കോളാം. VS അത് ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഈ VS കാര്യങ്ങൾ വ്യക്തമായിട്ട് ധരിപ്പിച്ചാൽ VS പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യുന്ന ഒരു പ്രകൃതമുണ്ട്, അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. അത് ചെയ്യുന്നതിന് പകരം ഇവർ പലരും അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരുപാട് ഉത്തരവുകൾ പിടിപ്പിച്ച് മേടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ ഏരിയ എത്തുമ്പോഴേ കുറച്ചൊരു വ്യക്തിപരമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങൊരു മതവിശ്വാസിയാണോ ശരിക്കും? തീർച്ചയായിട്ടും ആണ്. അപ്പോൾ ഈ കുരിശ് പിന്നെയും മൂന്നാറിലെ വാർത്തകളിലൊക്കെ നിറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതായി കണ്ടിട്ടുള്ളത്? ആദ്യമായിട്ട് അവിടെ ഒരു സർവകക്ഷി യോഗം മൂന്നാറിൽ എന്നിട്ട് അവരുടെ സംയുക്തമായൊരു കയ്യേറ്റം ഒഴിപ്പിക്കേ വേണ്ട എന്ന് പറയുന്ന ഒരു സാധനം. കാരണം ഈ പള്ളിയും പാർട്ടി ഓഫീസുകളും എന്ന് പറയുന്ന ഗവൺമെൻറ് ഉത്തരവ് VS പിൻവലിക്കേണ്ടി വന്നപ്പോൾ അതിനോടുള്ളൊരു പ്രതിഷേധകരണമായിട്ടാണ് ഇവർ അതിനകത്ത് 3-4 പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ ആ ഘോഷയാത്രയായിട്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ആരും അവിടുത്തെ ഒരു പള്ളിയും ഇടിക്കാനോ അതിൻ്റെ പരിസരത്ത് പോകാനോ നോക്കുന്നില്ല. അപ്പോൾ ഈ പള്ളിയും അമ്പലങ്ങളും
ആ ലിസ്റ്റിൽ പാർട്ടി ഓഫീസുകളും ആ സമരത്തിൽ പള്ളിയിൽ അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു. കാരണം 4 നില 5 നില കെട്ടിടങ്ങളിൽ മേളിലോട്ടുള്ള കമേഴ്ഷ്യൽ ബിൽഡിങ്സ് മാത്രമേ ഞങ്ങൾ തൊടുന്നുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ വരുന്നത്? അപ്പോൾ ഇവരെയും കൂടെ യൂസ് ചെയ്യാണ് എന്നുള്ളൊരു അതാണ് എനിക്ക് അന്ന് തോന്നിയത്. പിന്നെ ഈ കുരിശിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് നമ്മൾ നോക്കിയാൽ മൂന്നാറിൽ അന്നുണ്ടായിരുന്ന കയ്യേറ്റങ്ങളുടെ ഒരു 100 ഇരട്ടി കയറ്റങ്ങളുണ്ട്. അപ്പോൾ അത് ഈ കഴിഞ്ഞ 10 വർഷത്തിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുണ്ടാകുന്നത്. അത് എൻ്റെ പുറകിലുള്ളത് ഒരു കുരിശാണ്. അത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ശ്രീറാം വെങ്കിട്ടരാമൻ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ശ്രീറാം അവിടെ സബ് കളക്ടറായിരുന്നു. ഞാൻ പോകുന്ന കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ അവിടെ 1-2 കയ്യേറ്റങ്ങളും ഒക്കെ ഒഴിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നു. അപ്പോൾ അവിടുത്തെ ലോക്കൽ പത്രക്കാർ വിചാരിച്ചത് ഇനി പഴയതുപോലുള്ളൊരു ദൗത്യം വീണ്ടും, അപ്പോൾ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ പുള്ളിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഒരു കുന്നിൻ്റെ മേളിൽ ഒരു കുരിശ്, അപ്പോൾ കുന്നിൻ്റെ മേളിൽ കുരിശൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഡസൻ മീൻ അവിടെ ആരോ കയ്യേറി പള്ളി കിട്ടിയതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് തോണ്ടി താഴെ ഇട്ടു. പുള്ളി പോയി അത് തോണ്ടി താഴെ ഇട്ടിട്ട് അടുത്ത ദിവസം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെയും കളക്ടർ ഗോകുലിനെയും പിണറായി വിജയൻ നേരിട്ട് ഇവിടെ വിളിച്ച് വരുത്തി. വിളിച്ച് വരുത്തിയിട്ട് അവരോട് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇടുക്കി ജില്ലയിലെ ഒരു കയ്യേറ്റവും ഒഴിപ്പിക്കണ്ട. ഇടുക്കി ജില്ലയുടെ മന്ത്രി ഇവരായിട്ട് ആലോചിച്ച് മാത്രമേ കയ്യേറ്റം ഒഴിപ്പിക്കൽ മതി എന്ന് പറഞ്ഞു. അതിന് വ്യാഖ്യാനിക്കപ്പെട്ടത് ഇനി ആർക്ക് അവിടെ കയ്യേറണമെങ്കിലും MM മണിയുടെ ഒരു NOC മേടിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എവറി സിംഗിൾ എൻക്രോച്ച്മെൻറ്റ് ആഫ്റ്റർ ദാറ്റ് ആ ഫിനോമിനനാണ്. ഞാനത് പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിൽ മണിയുടെ ബ്രദർ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉള്ള സമയത്ത് ഒളിവിൽ പോയ പ്രതിയായിരുന്നു. ബട്ട് സബ്സിക്വൻ്റ്ലി അവിടുത്തെ ലാർജസ്റ്റ് ലാൻഡ് ഓണറും ഏറ്റവും റിച്ചസ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ടും ആ മനുഷ്യന്മാരാണ്. അത് അവിടുത്തെ പത്രക്കാരെന്ന് പറയുന്നത് വീട്ടിന് മുമ്പിൽ 5 ബെൻസ് 2 ബെൻസ് എന്നൊക്കെയാണ്. അത് എത്രയാണ് സത്യം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഫാക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂന്നാറ്, ഈവൻ പീരുമേട്, വാഗമൺ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോലും ഒരാൾ ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു ഹോട്ടലോ ഒരു റിസോർട്ടോ വേണമെങ്കിൽ പോലും ലംബോദരൻ്റെ NOC വേണം. ആൻഡ് എനിക്ക് വളരെ വിശ്വാസയോഗ്യമായ ആൾക്കാർ എന്നോട് പറഞ്ഞത്, ഞാനത് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, സോ ഫാർ ദർ ഇസ് നോ റെസ്പോൺസ്. ഇവർ ഡിമാൻഡ് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പാണ്. അതുകൊണ്ടാണ് എല്ലാം കോടീശ്വരന്മാരായി. മൂന്നാർ പഴയതുപോലെ പഴയതിനേക്കാളും വികൃതമായി. സാർ, ഈ മൂന്നാറിനെ പറ്റി പറയുമ്പോഴേ സാറും VS തമ്മിൽ പങ്കുവെച്ചൊരു സ്വപ്നത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് അവിടെ മനോഹരമായ അരുവികളുടെയും നദികളുടെയൊക്കെ ഉറവിടങ്ങളുണ്ട്. ഇതൊക്കെ കാണുന്ന തരത്തിൽ നഗരത്തിൽ കെട്ടിടങ്ങളൊന്നും അനുവദിക്കാതെ വളരെ പ്രകൃതിക്ക് അനുയോജ്യമായ സംഗതികൾ കൊണ്ടുള്ള ചെറിയ ചെറിയ ഹട്ട് മാതിരിയൊക്കെ ഒരു വിഭാവനം ചെയ്യുന്നുണ്ട് നിങ്ങൾ. എന്തായിരുന്നു ആ സ്വപ്നം? ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്? ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ തിരുവല്ലയിൽ ആദ്യമായിട്ടിരിക്കുമ്പോൾ ഈ കിഡ്സിൻ്റെ ഒരു ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ ഞാനൊരു 3 പാർട്ട് ടൂറിസം മാനേജ്മെൻറ്റിൻ്റെ ഒരു 5 മോഡ്യൂൾ ഡിപ്ലോമ കോഴ്സായിരുന്നു. അതിൽ 3 പോയുള്ളൂ. പിന്നെ കളക്ടേഴ്സ് വിടത്തില്ല, അവിടെ പണിയുണ്ട് സബ് ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഞാൻ പോയ സമയത്താണ് ഈ ക്ലബ് മെഡിറ്ററേനിയൻ മോഡൽ ഓഫ് ടൂറിസം എന്ന് പറയുന്നത്. അത് ആ കാലത്ത് വളരെയധികം പോപ്പുലറായ ഒരു സാധനമാണ്. ബിക്കോസ് ഈ മോഡേൺ ബിസി ലൈഫിൽ നിന്ന് മാറി 2 ആഴ്ച ഈ ക്ലബ് മെഡിറ്ററേനിയൻ്റെ ഒരു ഇതിൽ പോയാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നാണയം കൊണ്ടുപോകാൻ പാടില്ല. ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് കോയിൻസ് തരും, ഈ പറയുന്ന കൗണ്ടേഴ്സ് തരും. അപ്പോൾ കാശെടുത്ത് ഒരു സാധനം മേടിക്കലും വാങ്ങൽ പോലും നമ്മുടെ ഒരു മോഡേൺ ലൈഫിൻ്റെ ഭാഗമാണ്. അത് ഒഴിവാക്കുക. പത്രങ്ങളില്ല, TV ഇല്ല, വളരെ റസ്റ്റിക്കായിട്ടുള്ള നാച്ചുറൽ മെറ്റീരിയലുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേക റേറ്റാണ്, അതിനത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ
ആ ഒരു മോഡൽ ഇവിടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എസെൻഷ്യലി ഇത് അങ്ങനെ ഫ്രജൈലായിട്ടുള്ളൊരു പ്രദേശമാണ്. പിന്നെ മൂന്നാർ ടൗൺ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അതൊരു ഫാക്റ്റാണ്, അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോഴോ മറ്റാണ് ഒരിക്കൽ എന്തോ അത് സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടെ പോയ കൂട്ടത്തിൽ ഈ മൂന്നാർ ടൗൺ നെവർ എക്സിസ്റ്റഡ്. അന്ന് പോകുമ്പോൾ ഈ 3 നദികളിലും വന്ന് സംഗമിക്കുന്ന ആ പ്രദേശത്ത് ഒരു സിംഗിൾ പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കട തന്നെ ടാറ്റ പണിഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. കാരണം ഈ തമിഴ് തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച അവരുടെ കൂലി കിട്ടുന്ന സമയത്ത് അവർക്ക് വന്ന് അവരുടെ പലവ്യഞ്ജനവും കാര്യങ്ങളും വാങ്ങാൻ. ഇതല്ലാതെ ദർ ഇസ് നത്തിങ് എൽസ്. അപ്പോൾ അത് പിന്നീട് ഉണ്ടായതാണത്. വളരെ കൃത്രിമമായി നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചാല തെരുവിൽ പോണതിനൊക്കെ തിരക്കാണ് മൂന്നാർ ടൗണിൽ. സന്ധ്യ കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല, അത്രയും കൺജസ്റ്റഡ് ആയിട്ട്, പൊള്യൂട്ടഡ് ആയിട്ട്. പിന്നെ ഈ അടുത്ത കാലത്തൊക്കെ അതൊരുമാതിരി ക്രിമിനൽ ഒരു പ്രസ്ഥാനമായി. അവിടുത്തെ ഈ ടാക്സി ഡ്രൈവർമാർ വരുന്ന ഈ യൂബർ പിടിച്ചൊക്കെ വരുന്ന ആൾക്കാർ ഇവർ സംഘം ചേർന്ന് തല്ലും. ഇതൊരു അബ്സല്യൂട്ട് ബ്രേക്ക് ഡൗൺ ആയിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇത് മാന്യമായിട്ട് റിസ്റ്റോർ ചെയ്യാം. അങ്ങനെയാണ് ഞാനത് വിശദമായിട്ടൊന്ന് ആലോചിച്ച് ആ ബോർഡ് ആൻഡ് കോണോറിൻ്റെ സർവേയുടെ അവസാനമൊക്കെ വി എസിനോട് പറഞ്ഞു കൊടുത്തു. പണ്ട് ഇങ്ങനെ ആയിരുന്നു അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്ത്. വി എസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ ആദിവാസി കമ്മ്യൂണിറ്റിയിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൃഗങ്ങളുടെ ഗർജനം കേൾക്കാം. പിന്നെ വേറൊരു റൈറ്ററാണ് അച്ചുതച്ചിൽ പാലത്തിൻ്റെ മേളിൽ നോക്കിയാൽ ടൗണിൻ്റെ നടുക്കുള്ള പാലമാണ്, അതിൻ്റെ താഴെ നോക്കിയാൽ ഞാൻ കണ്ടിട്ടുണ്ടത്. അത് ഇങ്ങനെ മീനൊക്കെ പോകുന്നത് കാണാം. ആ മണൽ അതിൻ്റെ അടിയിലുള്ളത് ക്ലീനായിട്ട് ഉണ്ട്. അത് ഇറ്റ് ഇസ് നോട്ട് സോ ഇത്ര വർഷം മുമ്പൊന്നും അല്ലല്ലോ. അപ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ ഒരു എഫേർട്ട് നടത്തണം എന്ന് തോന്നി. അത് വി എസിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് വി എസ് ആ നവീന മൂന്നാർ എന്ന് പറഞ്ഞ ഒരു ഐഡിയ വി എസിന് ഇതാണെന്നാണ് വി എസ് വിചാരിക്കുന്നത്. ഇതാണെന്ന് വിചാരിച്ചാണ് ആ ഒരു ഇവർ കൊണ്ടുപോയി. ഞാൻ പോകുന്നതിന് ശേഷമാണ് ഈ നവീന മൂന്നാർ ഓർഡിനൻസ് എന്ന് പറഞ്ഞ് വി എസിനെ കൊണ്ടൊരു ഓർഡിനൻസ് പിടിച്ചെടുത്തത്. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് റെഗുലറായിട്ടുള്ളൊരു സാധനം. അതായത് മൂന്നാറിൽ പുഴയുടെ ഓരത്ത് ഉള്ള കയ്യേറ്റങ്ങൾ, അതുപോലെ കുറച്ചപ്പുറത്തൊരു ഭാഗത്ത് ഗവൺമെൻറ് തന്നെ അത് അക്വയർ ചെയ്യുക. എന്നിട്ട് അത് ആ ലാൻഡ് ഈ മഹേന്ദ്ര അങ്ങനെയുള്ള ബിഗ് ടൈം റിസോർട്ടുകാർക്ക് ലീസ് ഔട്ട് ചെയ്തിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്ത് അനദർ മൂന്നാർ. അപ്പോൾ വി എസിൻ്റെ ഇങ്ങനെയാണ് വി എസിനെ പറ്റിക്കുന്നത്. വി എസ് വളരെ ഉറച്ച് വിശ്വസിച്ചു ഈ സാധനം ഇത് തന്നെയാണെന്ന്. അപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ അതൊന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് ഇതാണ് സാധനം. ഞാൻ അപ്പോൾ അതിൻ്റെ കോപ്പി അയച്ചുതരാം. ഞാനപ്പോൾ അവിടെ ഇല്ലല്ലോ, ഞാനപ്പോൾ ഔദ്യോഗിക ഭാഷാ വകുപ്പിലിരിക്കുകയാണെങ്കിലും ഇതിങ്ങനെ ഒരെണ്ണം നടന്നതായിട്ട് കണ്ട് ഞാൻ വി എസിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി ചോദിച്ചു. അപ്പോൾ ആ ഓർഡിനൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ക്ലിയർ. അപ്പോൾ ആ വഞ്ചനയിൽ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കോടിയേരി, അത് ആ ജിയോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കെ പി രാജേന്ദ്രൻ. വി എസിൻ്റെ കൂടെ വി എസിൻ്റെ ഓഫീസിലുള്ള പലരും ആരോങ്കിലും ആണല്ലോ കൊണ്ട് വെച്ചു കൊടുത്തത്. അപ്പം ഞാനത് വി എസിനൊക്കെ പോയി കണ്ട് ഞാൻ പറഞ്ഞു പറയുന്നതിൻ്റെ അപകടമുണ്ട് അത്. കാരണം ഈ ആക്ച്വൽ മൂന്നാറിലുള്ള ഈ നദിയുടെ 50 പാരയ്ക്കകത്തുള്ള അതിനെക്കുറിച്ചിട്ടൊരു കേസ് സുപ്രീം കോർട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് ഈ മൂന്നാർ പട്ടണം ഉണ്ടാകുന്നത്. മൂന്നാർ പട്ടണം ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു 80കളിൽ പെട്ടെന്ന് ഇതങ്ങ് ഉണ്ടാകുകയാണ്. അത് ഈ നദികളുടെ 50 പാരയ്ക്കകത്തുള്ള ഭൂമി ഇറ്റ് ഷുഡ് ബി ലെഫ്റ്റ് ആസ് സച്ച് എന്നാണ് ഒറിജിനൽ പാട്ടക്കരാറിൽ തന്നെ പറയുന്നത്. അതിൻ്റെ യുക്തി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദികളുടെ ഈ തീരങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ ഡൗൺ സ്ട്രീം വെള്ളം എത്തത്തില്ല. അപ്പോൾ കൃഷി നടക്കണ്ടേ? തേയിലെങ്കിൽ തേയില. ബട്ട് ഇത് മേളിൽ ഇവിടെ വെച്ച് അടഞ്ഞു പോയാൽ താഴോട്ട് ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് രാജാവിൻ്റെ ലീസ് ഡീഡിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇത് ഈ ടാറ്റ ഈ പാട്ട എന്താ പറയുന്നത് പാട്ട അവകാശമാണ് വാങ്ങുന്നത്. അത് വിൽക്കാം. അത് ഈ ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്ന് മാറി ഇവരൊറ്റ ബ്രിട്ടീഷ് കമ്പനിയും ചെയ്യാത്തൊരു കാര്യമാണ്. ഇതൊക്കെ വളരെ സീക്രട്ടായിട്ട് കൈകാര്യം ചെയ്തു സായിപ്പന്മാർ.
ഇതുപോലെ തന്നെയാണ് ഈ കുന്നിൻ്റെ മേളിൽ നിന്ന് ഒരു എന്താ 1/4 മൈൽ താഴേക്ക് വരെ വനം വൃക്ഷങ്ങൾ അതുപോലെ റീറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ നദികളുടെ തീരത്തുനിന്ന് 50 വാര. ഇത് ടാറ്റ പട്ടം വാങ്ങി കയ്യിലെടുത്തു കഴിഞ്ഞിട്ട് അവരാദ്യം ചെയ്തത് ഈ നദീതീരങ്ങളിലുള്ളത് ചെറിയ 5 സെൻറ്റ് 10 സെൻറ്റ് തുണ്ടുകളാക്കി മുറിച്ച് അങ്ങ് വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കാൻ പാടില്ല എന്നില്ല, പക്ഷെ വാങ്ങുന്ന ഒരാൾക്ക് അവിടെ ആ പാട്ട ആവശ്യങ്ങൾക്കേ ഉപയോഗിക്കാവും. ഇവരാരും നോക്കുന്നു, ഇവർ അവിടെ എല്ലാം അങ്ങനെയാണ് ആ ഹോട്ടലുകൾ മുഴുവൻ ആദ്യത്തെ റൗണ്ട് വരുന്നത്. അത് മിക്കവാറും എല്ലാം തന്നെ ഈ എന്താ പറയുക മാണിസാറിൻ്റെ ഇത് UDFിലെ ആൾക്കാർക്കാണ് അത് ആദ്യത്തെ റൗണ്ട് വരുന്നത്. അത് ചലഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ കണ്ണന്താനം ദേവികുളം സബ് കളക്ടറായിരുന്നു 80കളിൽ. അതായത് പുള്ളിയാണ് ഇത് ഇങ്ങനെ ചെയ്തത് ശരിയല്ല, അതുകൊണ്ട് ഈ വിൽപ്പന ആധാരങ്ങൾ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് ഓർഡർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഓർഡർ ഇഷ്യൂ ചെയ്തപ്പോഴത്തേക്കും ടാറ്റ നേരെ അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം പറഞ്ഞു ആ കണ്ണന്താനത്തിൻ്റെ തീരുമാനം ശരിയാണെന്ന് മാത്രമല്ല, ടൗണിനകത്ത് ഈ ഇത്തരം കുഞ്ഞു തുണ്ട് ഭൂമിയിൽ പണിഞ്ഞിരിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി അത് പഴയതുപോലെ റിസ്റ്റോർ ചെയ്യണമെന്നും, പിന്നെ അവിടെ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ കൊടുത്തതും വാട്ടർ കണക്ഷൻ കൊടുത്തതും ഒക്കെ ഇല്ലീഗലാണ്, അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് റഫായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ആകുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ഇതിന്മേലുള്ളൊരു അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്ത്, ഹൈക്കോടതിയിൽ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തപ്പോൾ ഡിവിഷൻ ബെഞ്ച് എന്ത് ചെയ്തു, ഫസ്റ്റ് റൗണ്ട് തന്നെ ഈ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ വിധി സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തിട്ട് അവർ ആ കേസ് പറഞ്ഞത് ഇത് ഈ ടാറ്റയുടെ വശം വേണ്ട പോലെ കണ്ണന്താനം കേട്ടിട്ടുന്നില്ല, കേട്ടില്ലെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ പറയുന്നത് കേൾക്കാമല്ലോ, പക്ഷെ കേട്ടിരുന്നില്ല. പിന്നെ അവർ പറഞ്ഞത് ഈ ഭൂമി പാട്ടത്തിന് കൊടുത്തത് സ്റ്റേറ്റ് ലാൻഡ് ബോർഡാണ്. അപ്പോൾ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് ആണ് കൊടുത്തതെങ്കിൽ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് പോലുള്ളൊരു ഹയർ എൻഡ് അതോറിറ്റിയെ അത് പാട്ടം റദ്ദാക്കാനുമൊക്കെ ഇടപെടാൻ പാടില്ലായിരുന്നു. സബ് കളക്ടർ ഇസ് ടു സ്മോൾ ബ്യൂറോക്രാറ്റിക് അതോറിറ്റി. അപ്പോൾ ഗവൺമെൻറ് ആ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ നേരെ ഗവൺമെൻറ് ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർക്കോ റവന്യൂ സെക്രട്ടറിയോ ഒരു നോട്ടീസ് കൊടുത്ത് ഇത് ഓർഡർ ചെയ്താൽ അത് ശരിവയ്ക്കും. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്ത് ഇവിടുന്ന് നേരെ അപ്പീൽ പോയി സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതിയിൽ ആ കേസ് ഇന്നും നടക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നടക്കുന്ന കാരണം വെച്ചാൽ ഈ 5 സെൻറ്റ് 10 സെൻറ്റ് വാങ്ങിയ ആൾക്കാർ ഇതെടുത്ത് മറിച്ച് വയ്ക്കും. അപ്പോൾ കേസ് അവിടെ വിളിക്കുമ്പോഴത്തേക്കും ആൾ പറയുമോ ഞാനല്ല ഇപ്പോൾ പുതിയ ഓണറാണ്, എന്നാൽ പുതിയ ആൾക്ക് നോട്ടീസ് കൊടുക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസ് അവിടെ നടക്കുകയല്ലേ 50 വാരയ്ക്കകത്തുള്ള ഭൂമിയെ സംബന്ധിച്ച്. അപ്പോൾ ഈ കേസിനെ ബാധിക്കും. അത് VS ആണ് സ്ട്രൈക്ക് ചെയ്ത് പറഞ്ഞത്. സുരേഷ് സുപ്രീം കോടതിയിൽ നിന്ന് നല്ലൊരു വക്കീലിനെ കൊണ്ട് ഒരു ലീഗൽ ഒപ്പീനിയൻ മേടിച്ചേ. കാരണം VS പറഞ്ഞാൽ പാർട്ടിക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ മന്ത്രിസഭയിലൊന്നും പറയാൻ പറ്റത്തില്ല. VSന് എന്തറിയാം? അപ്പോൾ VS ഒരു ലീഗൽ കടലാസം വെച്ചേ എനിക്ക് വാദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ VS ആണ് എന്നോട് പറയുന്നത് അവിടെ ഈ ഗോപാൽ സുബ്രഹ്മണ്യത്തിനെ പോയി കണ്ട് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതുപോലെ തന്നെ എഴുതി മേടിച്ചു, പുള്ളി അത് വിഡ്രോയും ചെയ്തു. അപ്പോൾ അതൊക്കെ VSന് തിരുത്താനും ജെനുവിനായിട്ട് അബദ്ധങ്ങൾ പറ്റിയെന്ന് തോന്നിയാൽ അത് തിരുത്താനും ഒക്കെ ഒരു മടിയില്ലാത്ത വ്യക്തിയാണ്. സർ, അവിടെ നിന്ന് നമ്മൾ കുറച്ചൊരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, ഞാൻ അതിലൊരു സെൻറ്റൻസ് വായിച്ചത് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി. അങ്ങനെ അതൊരു വിവാദത്തിന് വേണ്ടിയൊന്നുമല്ല, പക്ഷേ ഇന്ന് പാർട്ടിയെ അണികൾ തന്നെ തിരുത്താനുള്ളൊരു ഇടം ആയിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, ആരും അങ്ങോട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഭരിക്കുന്നതൊരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കുന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ ഇവിടെ ഒരു പുതിയ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ഈ നമ്മുടെ PRD INPRD ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബ്രോഷർ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നതിൽ മുഖ്യമന്ത്രിയുടെ പടമാണ് അതിൻ്റെ കവറിൽ വയ്ക്കുന്നത്. എന്നിട്ട് ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉള്ള പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആണ് അതിനകത്ത് ഈ ഗവൺമെൻറ് ചെയ്യാൻ പോണ പരിപാടികൾ. ഇത് കേരളം ഉണ്ടായ സമയം തൊട്ട് എല്ലാ ഗവൺമെൻറ്റിനും ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഈ PRDയിലുള്ള VS മുഖ്യമന്ത്രി ആയപ്പോഴും ഇതുപോലൊരു സാധനമാണ്. അത് അങ്ങനെ ചെയ്ത ആ ഡെപ്യൂട്ടി സെക്രട്ടറിയെയാണ് വിളിച്ച് ഇവർ ഭീകരമായിട്ട് ഇടതുപക്ഷ സംഘടനകളും ഒക്കെ ഉണ്ട് അതിനകത്ത്, എല്ലാം കൂടെയാണ്. നിങ്ങൾക്കറിയില്ലേ ഇത് ഇവിടെ ഭരിക്കുന്നത് ഒരു വ്യക്തിയല്ല ഒരു
പ്രസ്ഥാനമാണെന്നറിയില്ലേ. അപ്പോൾ അത് കാരണം 3 മാസം പോലും VS ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ആ പറയുന്നത്. ഈ വാചകം ഇങ്ങനെ നിൽക്കുമ്പോഴേ ഈ ഒരു കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കഴിഞ്ഞ് വീണ്ടും വലിയ പിണറായിയുടെ ഹോർഡിങ്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങ് എപ്പോഴെങ്കിലും ഈ വാചകത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്? ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത്. കാരണം ഇത് നമ്മളിപ്പോൾ ഞാൻ SFIയും KSUവിലും ഒന്നും അംഗമായിരുന്നില്ല. പക്ഷേ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിലൊക്കെ ഒരുപാട് നേതൃത്വം കൊടുത്തൊരു പ്രസ്ഥാനമാണ്. അത് ഈ ഒരു വ്യക്തിയുടെ മുഖത്തിൽ അതൊന്ന് അവസാനിക്കുകയാണ്. അത് അങ്ങനെ അല്ല അതിൻ്റെ ഡിസൈൻ അല്ലേ. ഇപ്പോൾ നോക്കി, ഇപ്പോൾ VS അന്ന് പറഞ്ഞ പോലെ ഇത്രയും റിസ്ക് എടുത്ത് ഒളിവിൽ നിന്ന് വന്ന് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ക്ലാസ് എടുത്ത് അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് കൂലിക്ക് അത് അങ്ങനെ VS ചെയ്തു എന്നും പറഞ്ഞ് അന്ന് ഫ്ലക്സ് വെച്ചില്ലല്ലോ. എത്രയോ പേരുടെ അത്തരത്തിലുള്ള ത്യാഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം പ്രസ്ഥാനത്തിന് പിന്നിൽ. അപ്പോൾ അത് ഇങ്ങനെ ഒരൊറ്റ വ്യക്തിയിലേക്ക് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എനിക്കത് ചിരിയാണ് തന്നത്. ഇനി മറ്റാരുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു ശ്രീ VD സതീശനും അങ്ങുമായിട്ടുള്ളൊരു ബന്ധത്തെ ഇതിൽ പറയുന്നത് അപ്പുവിന്, അതായത് VSൻ്റെ മകന് അങ്ങൊരു അനധികൃത നിയമനം കൊടുത്തു എന്നുള്ള കാര്യം പരിശോധിക്കാനുള്ള ഒരു നിയമസഭാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങേ ആദ്യമായിട്ട് വിളിക്കുന്നത് അല്ലേ? അത് എങ്ങനെയാണ് ആ ബന്ധം? അതിനകത്ത് ഞാൻ ലോട്ടറിയുടെ സമയത്ത് തന്നെ, ലോട്ടറിയുടെ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ഈ അജിത് പ്രകാശ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അത് എൻ്റെ സീനിയർ ഗവൺമെൻറ്റിൽ ഞാൻ അജിത്തിൻ്റെ ഓഫീസിൽ പോകും. അജിത്ത് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങളുടെ കൂടെ വരും. വളരെ ക്ലോസ്. അജിത്തിൻ്റെ ഓഫീസിൽ വെച്ച് അജിത്തിൻ്റെ വളരെ ക്ലോസ് ഒരു ആളാണ് PT തോമസ്. അവരൊരുമിച്ച് അജിത്തിൻ്റെ ഇവിടെ മറ്റേ ആസിഡ് ബൾബ് എറിഞ്ഞത് പിടിച്ച് ഒരുപാട് സമരമൊക്കെ ചെയ്ത KSU തന്നെയാണ്. അപ്പോൾ അന്ന് അജിത്തിൻ്റെ ഓഫീസിൽ ഈ PT-യുടെ അടുത്തും അജിത്തിൻ്റെ അടുത്തും വന്ന് ലോട്ടറിയെ സംബന്ധിച്ച് ഒരു കുറിപ്പ് തരാമോ എന്ന് ചോദിച്ച് വരുന്ന ഒരു സതീശനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അജിത്തിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ അജിത്തിൻ്റെ കോണ്ടാക്റ്റുള്ള ആൾ അതിൻ്റെ കുറിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ ഇതൊന്നും ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഇത് കഴിഞ്ഞ് ആ ലോട്ടറി യുദ്ധം നടന്നുകൊണ്ടിരിക്കുക തന്നെ ഇവിടെ ഒരു ദ്വന്ദ്വ യുദ്ധം എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് ഉണ്ടായി. അതായത് തോമസ് ഐസക്കും സതീശനും കൂടി ലോട്ടറിയെ സംബന്ധിച്ച് നമുക്കൊരു വാഗ്വാദത്തിൽ പബ്ലിക്കായിട്ട് ചാനലിലെല്ലാം വെച്ചിട്ട് ഒരു ദിവസം നീണ്ടുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് നടക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ്, അനന്തപുരിയിൽ. എൻ്റെ കാല് ഒടിഞ്ഞിട്ട് ആണിയുടെ സർജറിയൊക്കെ ഇട്ട് ഞാനവിടെ. അന്ന് എന്നെ വിളിക്കും ഈ ദ്വന്ദ്വയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്. അപ്പോൾ വി ഹാഡ് എ ക്ലോസ് ഒരു കണക്ഷൻ. ആ കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനം. എന്നിട്ട് ഇത് ആദ്യത്തെ സെഷനിൽ ഇന്ന ചോദ്യം ചോദിച്ചു, ഞാൻ അതിന് എന്ത് മറുപടി പറയണം. ഒരുപാട് ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്കിനിടയ്ക്കാണ് വിളിക്കുന്നത്. വാട്സപ്പിൽ അയച്ചു തരും. പിന്നെ 4 ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ പറ്റണത് എന്താണ്. അപ്പോൾ ആ ഫ്രീഡം വെച്ചിട്ടാണ് സതീശൻ എന്നോട് ചോദിക്കുന്നത്. ഈ ഇതിൻ്റെ നിയമസഭാ സമിതിയുടെ ചെയർമാനായിട്ട് VD സതീശൻ തീരുമാനിച്ചപ്പോൾ 10 മിനിറ്റ് കൊണ്ട് VD സതീശൻ്റെ അന്വേഷണം പൂർത്തിയായി. 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിച്ചു, നിങ്ങൾ ആ ഫയലും കൊണ്ട് ഡൽഹി പോയി കളഞ്ഞല്ലേ. ആ ഒരു അടുപ്പത്തിലാണ് ചോദിക്കുന്നത്. അതാണ്. അതുകൊണ്ടാണ് ഇത്. പിന്നെ അടുപ്പത്തിൽ ചോദിച്ചു, അത് അങ്ങനൊരു നിയമനം നടന്നില്ല എന്നറിയാമല്ലോ. പിന്നീടുള്ളത് രാഷ്ട്രീയം കളിക്കലാണ് എന്ന് വെച്ചോ. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് VSന് ഈ ഓസ് എൻ അപ്പോളജി. ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പറയാമല്ലോ, ഒരു മനുഷ്യർ തമ്മിലുള്ളൊരു കാര്യമില്ലേ. അന്ന് അങ്ങനെ ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നപ്പോൾ തന്നെ VD സതീശൻ അറിയാം അങ്ങനൊരു നിയമനമേ നടന്നിട്ടില്ല, ആരെയും നിയമിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഡെയിലി ഇതിനെക്കുറിച്ചിട്ടുള്ള ഇവരുടെ ഹിയറിങ് കഴിഞ്ഞിട്ട് അത് പത്രത്തിൽ വാർത്ത വരും. യഥാർത്ഥത്തിൽ ഇത് ഒരു ഇൻ ക്യാമറ സാധനമാണ്, നിയമസഭാ ഉപസമിതിയുടെ ചർച്ചകൾ പുറത്ത്. പക്ഷേ ഡെയിലി പത്രത്തിൽ വാർത്തകളോട് കിട്ടും വരും. അതും ശരി, പോളിറ്റിക്സാണ്.
ഞാനത് പൊട്ടിച്ചു. ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ പോണതിൻ്റെ അകത്ത് ഞാൻ 5-6 സുഹൃത്തുക്കൾ പത്രക്കാരോട് പറഞ്ഞ് ഞാൻ പുറത്ത് വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കണം, നിയമിച്ചോ, അവിടെ എന്ത് മൊഴി കൊടുത്തു എന്ന് ചോദിക്കരുത്, അതെനിക്ക് പറയാൻ പറ്റില്ല. മകനെ അനധികൃതമായി നിയമിച്ചോ എന്നോട് ചോദിക്കണം. അത് ഇല്ല എന്ന് പറയാൻ ഒരു വ്യക്തി എന്നുള്ളത് എനിക്കാണെങ്കിൽ അവകാശമുണ്ട്, എവിടെ വേണമെങ്കിലും. ഞാനത് പറഞ്ഞു. അത് ഈ പുള്ളിയുടെ ആ സ്കീമിനെ ഒന്ന് പൊട്ടി. അത് പൊട്ടിയിട്ട് ഐ തിങ്ക് വളരെ ഒരു പാനിക് കാര്യങ്ങളാണ് അതൊക്കെ. ഒരു എന്താ പറയുന്നത്, ഒരു മാച്വർ പൊളിറ്റീഷ്യൻ ചെയ്യരുതാത്ത കാര്യമാണ്. എന്ന് വെച്ചാൽ ഒന്ന്, ദേ കം ടു എ ഡിസിഷൻ, ഇയാളെ നിയമവിരുദ്ധമായി സുരേഷ് കുമാർ നിയമിച്ചു എന്ന് ഈ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു എന്നായിരുന്നു വി.ഡി. സതീശൻ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. എന്നിട്ട് അതിന്മേൽ ഒരു വിജിലൻസ് അന്വേഷണം ഓർഡർ ചെയ്യാനും ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യുന്നു. പിന്നെ ഞാൻ മാധ്യമങ്ങളുടെ അടുത്ത് സംസാരിച്ചത് അവകാശ ലംഘനമാണ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് കഴിഞ്ഞിട്ട് അതെ, പുറത്ത് പറഞ്ഞത് MLA-മാരുടെ അവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് അവകാശ ലംഘന കമ്മിറ്റിക്ക് ഒരു കടലാസ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്തിലുള്ള സതീശന് അറിയാം അങ്ങനെ ഒരു നിയമനം നടന്നിട്ടില്ല എന്ന്. ഇനി ഇതിങ്ങനെ പോയി. ഇങ്ങനെ പോയിട്ട് എന്ത് സംഭവിച്ചു? ഇതിനെ അന്വേഷിച്ച വിജിലൻസുകാർ 3-ാം ദിവസം സെക്രട്ടറി എൻ്റെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ ഒരു മൊഴിയും കൂടെ എടുത്ത് ഞങ്ങൾ ക്ലോസ് ചെയ്യണേ, ഞങ്ങൾ ഫയൽ കണ്ടു, ആരെയും നിയമിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അത് രണ്ടും ശരിയാകുന്നത്? ഒരു വിജിലൻസ് ആണ് ഒരു അന്വേഷണ എന്താ പറയുക, ഒരു ക്രിമിനൽ കാര്യം നടന്നുവെന്ന് അന്വേഷിക്കാൻ നിയമപരമായ അധികാരമുള്ള ഈ കമ്മിറ്റിയല്ല. കമ്മിറ്റി തന്നെ VS-നെ പറ്റിയൊരു അബദ്ധമാണ്. VS അത് ഞാനതിൽ പറയുന്നുണ്ട്. ഞാൻ ഡൽഹിയിൽ ഒരു വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് VS എന്നെ, പ്രതിപക്ഷ നേതാവാണ്, VS എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സുരേഷ് നമ്മൾ അപ്പുവിനെ നിയമിച്ചില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ല സാർ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശരി എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് VS അസംബ്ലിയിൽ വെല്ലുവിളിച്ചു, വേണമെങ്കിൽ നിങ്ങളൊരു നിയമസഭാ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിച്ചോ എന്ന്. അത് മണ്ടത്തരമാണ്, അത് അബദ്ധമാണ്. VS-ന് ഇത് നിങ്ങൾ CBI കൊണ്ട് അന്വേഷിക്കുന്ന, FBI കൊണ്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നിയമസഭാ സമിതിയെ കൊണ്ട് അന്വേഷിക്കുമ്പോൾ എപ്പോഴും ഒരു ഭരണ കക്ഷിക്ക് അതിലൊരു അപ്പർ ഹാൻഡുണ്ട്. VS-ന് പറ്റിയ ഒരു അബദ്ധമാണ്. അങ്ങനെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്ന ഒരു കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കൂ എന്നുള്ള സാധനം വരുന്നത്. പിന്നെ വിജിലൻസ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി, ഇവരുടെ തീരുമാനം ഇത് കോൺട്രഡിക്റ്ററി അല്ലേ? അപ്പോൾ ഇവരുടെ തീരുമാനം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? അപ്പോൾ അതാണ് അടുത്തത് എനിക്ക് നോട്ടീസ് വരുന്നത്. മുരളിയുടെ, അതായത് പ്രിവിലേജ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പുള്ളി എനിക്ക് നോട്ടീസ് അയക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ വളരെ റഫായിട്ട് ചെന്നു. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഉത്ഭവം എന്താണ്? ഞാൻ പത്രക്കാരോട് സംസാരിച്ചോ ഇല്ലയോ, എന്താണ് സംസാരിച്ചെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു കമ്മിറ്റിയുടെ അർത്ഥമില്ല. ഇതെല്ലാം ബൈറ്റുള്ളതല്ലേ? നിങ്ങൾ ഈ TV ഇരുന്ന് ചോദിക്കുക ഞാൻ എന്താണ് പറഞ്ഞത്, നോക്കാവുന്നതല്ലേ ഉള്ളൂ. അതിന് എഗെയിൻ ഇങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ മാധ്യമങ്ങളോട് ഇങ്ങനൊരു സാധനം പറഞ്ഞിട്ടില്ല, ഞാൻ അതിനകത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലാതെ വേറെ സംഭവമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഈ കമ്മിറ്റി പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയാണ്. അപ്പോൾ മന്ത്രി, നിയമസഭാ സാമാജികർക്ക് അവകാശങ്ങളുള്ളതുപോലെ തന്നെ അവർക്ക് ചില മര്യാദകളും പെരുമാറ്റ ചട്ടങ്ങളും ഉണ്ട്. അതാണ് എത്തിക്സ്. അതും ഈ കമ്മിറ്റിയുടെ മുമ്പിലാണ് വരുന്നത്. ഞാൻ ഈ കമ്മിറ്റിയുടെ അടുത്ത് എൻ്റെ ഒരു കംപ്ലയിൻ്റായിട്ട് കൂട്ടിക്കോ, ഞാൻ എഴുതി തരാം. ഈ ഇവിടുത്തെ ഒരു നിയമസഭാ സമിതി ഇങ്ങനൊരു തീരുമാനം എടുക്കാമോ? അത് നിരുത്തരവാദപരമല്ലേ? ഈ വിജിലൻസ് കണ്ട കടലാസുകൾ അവർ നോക്കിയില്ലേ? ശരി, എങ്ങനെയാണ് ഈ രണ്ട് കണ്ടെത്തലും വ്യത്യസ്തമാകുന്നത്? അപ്പോൾ വൈകുന്നേരമായപ്പോൾ മുരളി എന്നെ വിളിച്ച് പ്രശ്നമാക്കണ്ടായിരുന്നു, വിട്ടുകളാ. ഞാൻ വിചാരിച്ചു പിന്നെ ഇതിപ്പോൾ പഴയ കണക്കിലാണെങ്കിൽ ഞാൻ അതിൻ്റെ പുറകെ പോകും. ഞാൻ എന്താ പറയുന്നത്, സ്പീക്കറുടെ അനുമതി വാങ്ങി ഡിഫമേഷൻ കടലാസ് കൊടുക്കാം. ഡിഫമേഷൻ കടലാസ് കൊടുക്കാൻ നേരത്ത് ഗവൺമെൻറ് അനുമതി തരത്തില്ല. പക്ഷേ ഞാൻ ഇന്ന കാരണങ്ങളുണ്ടെന്നും പറഞ്ഞ് പത്രത്തിൽ ഒരാഴ്ച കൊണ്ട് നടക്കാം. ഞാൻ വിചാരിച്ചു എന്തിനാ, എനിക്ക് എൻ്റെ പള്ളിക്കൂടവും കാര്യങ്ങളുമായിട്ട് പോകാമല്ലോ. സാറേ, ഈ സർവീസിലുടനീളം അത് ഈ ഒരു കാലത്തിന് ശേഷം സസ്പെൻഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്, അർഹതപ്പെട്ട പ്രമോഷൻ പിടിച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട്, ചെറിയ പേപ്പർ സ്ഥാനങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടിട്ടുണ്ട്. ശേഷം അങ്ങ് തന്നെ റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. എപ്പോഴെങ്കിലും ഇത് മടുത്തു,
വയ്യ അങ്ങനെയൊക്കെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്? തോന്നിയിട്ടില്ല. ഇത് നേരത്തെ തൊട്ടുള്ളതാണല്ലോ, ഞാൻ പറഞ്ഞില്ല, തുടക്കം മുതലേ തന്നെ ഞാൻ ആ ഒരു 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 ക്ലിയർ ഡിസ്റ്റൻസിലാണ് പൊളിറ്റീഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തൊട്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഫിഷറീസ് മന്ത്രിയുമായിട്ട് വളരെ നന്നായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷേ ആ മേഴ്സിക്കുട്ടി അമ്മയുടെ മത്സ്യബന്ധനത്തിൻ്റെ കാര്യം പറഞ്ഞു, ഉടനെ എന്നെ മാറ്റി. ഫൈൻ. ലോട്ടറിയിലായിരുന്നു, എന്നെ അവിടെ നിന്ന് മാറ്റി. വിദ്യാഭ്യാസത്തിൽ DPEPയിലായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ പറ്റി. അതതിൻ്റെ ഭാഗമാണ്. ഞാൻ ആ നമ്മളെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് വിചാരിച്ച് ആ കസേര തന്നെ ഇരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ തീരുമാനങ്ങളെടുത്ത പിന്നെ ഞാൻ കാണുന്ന ഒരു ബ്യൂറോക്രാറ്റിന് പാടില്ലത്. നമുക്ക് എവിടെ പോയാലും ജോലി ചെയ്യാൻ പറ്റണം. എനി ജോബ് ഈസ് ആസ് ഗുഡ് ആസ് എനിത്തിങ് എൽസ്. അങ്ങനെ ഇവിടെ മടുപ്പ് വന്നെന്ന് പറഞ്ഞാൽ ഈ 8 വർഷം ഞാൻ ഒരേ കസേരയിലിരുന്നു, ഔദ്യോഗിക ഭാഷാ വകുപ്പ്. അപ്പോൾ അത് തീരെ അതിനകത്ത് ആദ്യത്തെ VSൻ്റെ ടേമിൽ എനിക്ക് മലയാളം മിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ബട്ട് ഇപ്പോഴത് ഉമ്മൻചാണ്ടി സാർ വന്നപ്പോഴുള്ള ആ അസൈൻമെൻറ്റ് മാറ്റി. അപ്പോൾ ഔദ്യോഗിക ഭാഷ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ശരിക്കും ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ലാസ്റ്റ് വീക്കിലാണ് ഞാൻ VRSൻ്റെ കടലാസ് കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി മുഴുവൻ പ്രോസസ്സ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും വേണ്ടെന്നോ ഒന്നുകൂടെ ആലോചിക്കുമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞത് എന്താ പറയുന്നത്, പിണറായി അത് ഒപ്പിടാൻ 2 ആഴ്ചയോളം ഡിലേ ചെയ്തു. എന്നിട്ട് എൻ്റെ പാർട്ടിയിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, കണ്ണൂരിൽ നിന്ന് 1-2 പേരെൻ്റെ അടുത്ത് പറഞ്ഞു അത് ഒന്നും കൂടെ ഒന്ന് റീകൺസിഡർ ചെയ്തൂടെ. എനിക്ക് ചിരി വന്നു. കാരണം എന്നോട് പറഞ്ഞത് പിണറായി വിജയൻ അഴിമതിക്കെതിരെ ഒരു വലിയ, അത് ഓർമ്മയുണ്ടോ, അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിൽ അങ്ങനെയായിരുന്നു, ബ്രിട്ടാസിൻ്റെ PR ഐഡിയ ആയിരുന്നു അത്. അഴിമതിക്കെതിരെ ഒരു വലിയ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്, അതാണ് പിണറായി ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം. അപ്പോൾ അഴിമതിനെക്കുറിച്ച് ഏറ്റവും പറയാൻ പറ്റുന്ന ആളല്ലേ, അപ്പോൾ ഇട്ടിട്ട് പോകാമോ, ഇതിലിരിക്കണം. ഇവരുടെ ചാനൽ ചർച്ചകളിൽ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അഴിമതിയുടെ കഥ ഞാൻ ആ 10 വർഷം പൂർണ്ണമായിട്ടും ഐ ഓൾസോ കെപ്റ്റ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം ദ മീഡിയ. എനിക്ക് എൻ്റെ കാര്യം നോക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ടെ സർ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യരല്ലേ, നമ്മളിങ്ങനെ ഏതെങ്കിലുമൊക്കെ മുഹൂർത്തങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു സായാഹ്നങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോഴേ പിണറായി 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരിക്കുന്നു, വലിയ ഹൈപ്പിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് VD സതീശൻ വരുന്നു, ബ്യൂറോക്രസിയിൽ ഒപ്പം പ്രവർത്തിച്ച് വിയോജിപ്പുണ്ടായിരുന്ന അങ്ങ് പുസ്തകത്തിൽ പേരെടുത്ത് പറഞ്ഞേക്കുന്ന പോലെ രത്തൻ ഖേൽക്കറിനെ പോലെയുള്ളവർ വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ വരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരു ചരടില്ലെന്ന പോലെ നോക്കി കാണുമ്പോഴേ എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? എനിക്ക് അത് ഒരു അസ്വാഭാവികതയില്ല. കാരണം ഞാൻ പറയാറുണ്ട്, എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ബുക്ക് റിലീസ് കഴിഞ്ഞിട്ട് ഒരുപാട് പത്രക്കാർ ചോദിച്ചു അത് ഞാനിങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ VD സതീശൻ മുഖ്യമന്ത്രിയായ VD സതീശൻ്റെ സെക്രട്ടറി ടു CM ആയി രത്തൻ ഖേൽക്കറിനെ വെച്ചത് എന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ അതെങ്ങനെയാണ് ചെയ്തത്, ഞാൻ മൂന്നാറിൽ നിന്ന് പോകുന്ന 19 വർഷം മുൻപാണ്. അന്ന് എൻ്റെ മുമ്പിൽ എൻ്റെ കീഴുദ്യോഗസ്ഥനാണ്, ആ മനുഷ്യൻ്റെ ഫയലും അങ്ങനെയുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ കാലഘട്ടത്തിൽ ആ മനുഷ്യൻ്റെ കോൺഫിഡൻഷ്യൽ റെക്കോർഡ് എഴുതാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പം ഞാൻ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. ഈ മനുഷ്യൻ എന്താ പറയുക, ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആകുമെന്നോ മുഖ്യമന്ത്രിയുടെ ആകുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ലല്ലോ അത് അതുപോലെ എഴുതുക എന്നുള്ളതിനകത്ത് ഒരു ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ പുസ്തകം ഒരുപാട് സീനിയർ ഓഫീസേഴ്സ് വായിച്ചു. അവരെല്ലാം പറഞ്ഞു സുരേഷ് അത് കാൻഡിഡേറ്റ് അങ്ങനെ പറയുന്നത് നന്നായിട്ടുണ്ട്, മെനി പീപ്പിൾ വിൽ നോട്ട് ഡെയർ ടു ഡു ഇറ്റ്. അത് ഇപ്പം ഇതുവരെയും ഒരു കോൺട്രവേഴ്സി ഇല്ല. നോബഡി ഹാസ് ചാലഞ്ച് ടു ലൈൻ എ വേർഡ് ഇൻ വാട്ട് ഐ ഹാവ് റിട്ടൺ. അതെന്താ വരാതെ? ഏതാണ്ട് 1.5 മാസമായില്ലേ. ഒരു വാചകം ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറു വേർഷൻ പറഞ്ഞോ ആരും മുന്നോട്ട് വരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞതാണെങ്കിൽ അതിൻ്റെ കടലാസും കാര്യങ്ങളും അതിൻ്റെ എന്താ പറയുക ആർമറി എൻ്റെ കയ്യിലുണ്ടെന്ന് അവർക്കറിയാം. പുതിയൊരു IAS വരുന്ന ഒരാൾ അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ട് സാർ ഞാൻ എവിടെയായിരിക്കണം നിയന്ത്രണം പാലിക്കേണ്ടത്, എന്തായിരിക്കണം ഞാനെന്ന് ചോദിച്ചാൽ ഒരു യങ് IAS ഓഫീസർക്ക് കൊടുക്കുന്ന ഒരു
ഉപദേശം അതെന്തായിരിക്കും? ഞാൻ സർവീസിൽ വരുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇടണം. അച്ഛൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം എഴുതിയ ആമുഖത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ ഞാനത് കട്ട് ചെയ്തു. അതായത് ഞാൻ 3ാം ക്ലാസ്സിലാണ്, 2ാം ക്ലാസ്സിൽ മറ്റു പഠിക്കുമ്പോഴാണ് ഈ 67 2ാം EMS മന്ത്രിസഭ. അപ്പോൾ അച്ഛൻ അന്ന് അഡീഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷനാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, അപ്പോൾ EMS മന്ത്രിസഭ വരെയാണ്, അപ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു മനുഷ്യൻ മന്ത്രിയായിട്ട് വരുന്നു. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു ബ്യൂറോക്രാറ്റ് പേഴ്സണൽ സ്റ്റാഫിൽ വരണം, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരണം. അപ്പോൾ എറണാകുളത്തു നിന്നുള്ള കുറേ വക്കീലന്മാർ അവരോടൊക്കെ വന്ന് അച്ഛൻ്റെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും പ്രൈവറ്റ്, അച്ഛൻ അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടി ബലം പിടിച്ച് അച്ഛൻ ആ മനുഷ്യൻ്റെ മന്ത്രിയായി. MK കൃഷ്ണനാണ് മന്ത്രി, പ്രൈവറ്റ് സെക്രട്ടറി. കഷ്ടിച്ച് 4 മാസം കഴിഞ്ഞപ്പോൾ അച്ഛനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ, ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BL എടുത്ത് വന്ന ആളാണ്. ഇന്ത്യൻ ഭരണഘടനാ നിയമമാണ് അച്ഛൻ കൂടുതൽ താല്പര്യമുള്ള മേഖല. അപ്പോൾ അച്ഛന് വേറൊരു പാർട്ടി ഭരണഘടന, പാർട്ടിയുടെ ചട്ടങ്ങൾ, ഇതൊന്നും അച്ഛന് ബാധമല്ല, എനിക്കും ബാധമല്ല. നമ്മൾ ഒരു ഭരണഘടനയെ നമുക്കറിയാവൂ. അപ്പോൾ ആ അനുഭവം കൊണ്ടാണ് അച്ഛൻ എൻ്റെ അടുത്ത്, ഞാൻ BSൻ്റെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, നീ പോയിക്കോ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ പേര് വെച്ചിട്ടൊരു ബുക്ക് എഴുതണം, ഒരുപാട് അനുഭവങ്ങൾ നിനക്ക് ഉണ്ടാവും എന്ന് പറയായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറയുമായിരുന്നത്, നമുക്ക് 2 പേർക്കും ഈക്വൽ റോളാണുള്ളത്. അപ്പോൾ ഒരു സേഫ് സ്പേസ് നിർത്തിയിട്ട് വേണം ബ്യൂറോക്രാറ്റ്സുമായിട്ട്, പൊളിറ്റീഷ്യൻസുമായിട്ട് ഡീൽ ചെയ്ത് മുമ്പോട്ട് പോകാൻ. അച്ഛൻ പറഞ്ഞതിൻ്റെ വേറൊരു വേർഷൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഗുരു എന്ന് പറയുന്നത് T. ബാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്, സുരേഷേ, നമ്മുടെ നാട്ടിൽ ആൾക്കാരെല്ലാം ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് പോകും, അവർക്ക് ന്യായമായി കിട്ടേണ്ടതാണെങ്കിലും പോലും നിങ്ങളൊരു MLA യോ മന്ത്രിയോ ചിലപ്പോൾ വിളിക്കും. അതുകൊണ്ട് MLA യോ മന്ത്രിയോ വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളത് റിജക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. അവർ പറഞ്ഞ ഒരു 30% കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൊടുക്കണം, കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു 70 കാര്യങ്ങൾ ലോങ് പെർസ്പെക്റ്റീവിനുള്ളത് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു ട്രേഡ് ഓഫ് പോകണം. ഒരുപക്ഷെ അതായിരിക്കാം ഇനിയുള്ളവർ ചെയ്യേണ്ടത്. പക്ഷേ ആ ട്രേഡ് ഓഫ് ഒന്നും അല്ല. നമ്മൾ കാണുന്ന ട്രെൻഡ് വളരെ 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 ഡിപ്രസിങ് ആണ്. ഇൻ ദ സെൻസ്, ബ്യൂറോക്രാറ്റ്സ് അവരുടെ ഒരു റോളും സ്പേസും കളഞ്ഞു കുളിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ 10 വർഷം കൊണ്ട് പ്രത്യേകിച്ചും. കാരണം ഇത്രയും നമ്മൾ രാഷ്ട്രീയക്കാരന് വേണ്ടി വഴങ്ങി നിന്ന് കൊടുക്കേണ്ട കാര്യം എന്താണ്? അത് ഒരു ഷെയറിങ് ഓഫ് ലൂട്ടിലേക്ക് പോകുന്നതല്ലേ? അത് അല്ലല്ലോ. ഇവർ 2 പേരും നാട്ടുകാരനെ നാടിൻ്റെയും വിഷയങ്ങൾ ഡീൽ ചെയ്യാൻ വരുന്നവർ ഈ തരത്തിലേക്ക് പോകുന്നത് വളരെ പെയിൻഫുള്ളാണ്. അതിപ്പോൾ ഞാൻ VRS എടുത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം വരെ ഞാൻ കീപ്പ് ചെയ്തിരുന്ന ഒരു ചട്ടമാണ്, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ ആരെങ്കിലും ഫോണിൽ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, മന്ത്രി ഉണ്ടോ ലൈനിൽ? മന്ത്രി ലൈനിലുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന 25 അല്ലാത്ത മന്ത്രിമാരുണ്ട്, അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന എന്തിനാ? മന്ത്രിക്ക് എന്നെ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ദാറ്റ് റൂൾ അവസാനം വരെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായ പോലും പലരും ഇന്ന് കാലത്തെ പ്രൈവറ്റ് സെക്രട്ടറി അവിടെ ചെല്ലും, ഇന്ന് എന്ത് തീരുമാനിക്കണമെന്ന്. അപ്പോൾ അത് വേറൊരു ഗവർണൻസാണ്. അത് നാട്ടുകാരൻ്റെയും നാടിൻ്റെയും ഭരണമല്ലത്. സർ, എന്തുകൊണ്ടാണ് VRS എടുത്ത ശേഷം സ്കൂൾ എന്നുള്ള, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാം എന്നുള്ള തീരുമാനം, അതെന്തുകൊണ്ടാണ്? ഇതിനകത്ത് 29 വർഷത്തെ ASലുള്ള എൻ്റെ ഇതിനകത്ത് 16 വർഷത്തിലധികം ഞാൻ വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു. ഞാൻ +2 ഡയറക്ടറായിരുന്നു, VHSC ഡയറക്ടറായിരുന്നു, SCRT ഡയറക്ടറായിരുന്നു. SCRT ഡയറക്ടർ ശരിക്കും ഒരു അക്കാഡമിഷ്യൻ്റെ പോസ്റ്റാണ്. പിന്നെ 1 വർഷത്തോളം എനിക്ക് ഒരു അഡ്വാൻസ്ഡ് മോഡേൺ സ്കൂളിംഗ് ടെക്നിക്സിൻ്റെ കുറിച്ചിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം, അഡ്വാൻസ് ട്രെയിനിങ്ങിന് എന്നെ വാഷിങ്ടണിൽ വിട്ടു, MHRD. അതിനുശേഷം ഞാനത് ഈ മേഖലയിൽ എൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എനിക്ക് സുഹൃത്തുക്കളുണ്ട് ഈ പറയുന്ന ഫണ്ടിങ് ഏജൻസീസിന് മാത്രമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മൂന്നാറിൽ കെട്ടിടം തോണ്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ കൊളംബോയിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് അവിടുത്തെ
എൻവയൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് മറ്റന്നാൾ റിലീസ് ചെയ്യണം, അതിൻ്റെ PDF അയച്ചു തരട്ടെ. എൻ്റെ ഒരു പ്രൈവറ്റ് താല്പര്യമുള്ളൊരു മേഖലയാണത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് ഒരു പിന്നെ DPEPയിൽ ആ പാഠ്യപദ്ധതി 30 വർഷം മുൻപാണത് അല്ലേ, 94-95 എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഇന്ന് ഫിൻലൻഡിലും ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത് കേംബ്രിഡ്ജിൻ്റെ സ്കീം പോയി കിടന്ന് നോക്കിയാൽ ഇത് തന്നെയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യമാണത്. എനിക്കത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു നല്ല സ്കൂൾ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഏർപ്പാട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ ഇത് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഞാൻ നടത്തുന്ന സ്കൂള് ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ അത് അനന്തമൂർത്തി സാറ് പണ്ട് ഈ നാലകത്ത് സൂപ്പി മന്ത്രിയായിരുന്ന സമയത്ത് AK ആൻ്റണിയാണ് ഇവിടുത്തെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം ഒരുപാടങ്ങ് മോശമായി. 2004 എന്ന് വെച്ചാൽ 95 DPEP പാഠ്യപദ്ധതിനെ 10 കൊല്ലം കൊണ്ട് അതിനെ അങ്ങ് വികൃതമാക്കി. അപ്പോൾ നാട്ടുകാരുടെയും പരാതി അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ ഇത് പരിഹരിക്കണം എന്ന് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കുകയാണ്. അതിൻ്റെ ചെയർമാനായിരുന്നു UR അനന്തമൂർത്തി. അദ്ദേഹത്തിൻ്റെ ആ സിറ്റിങ്ങുകളിൽ വെച്ചാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഒരു 2 പേജുള്ളൊരു റൈറ്റപ്പ് ഉണ്ട് അബൌട്ട് ഡ്രീം സ്കൂൾ. അപ്പോൾ ഇത് പ്രാവർത്തികമാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാ ജില്ലയിലും ഒരു മോഡൽ സ്കൂളുണ്ട്. അപ്പോൾ അത് ആ ജില്ലയിലുള്ള സ്കൂളുകളുടെ മാതൃക ആയിരിക്കണം എന്നാണ് സങ്കല്പം. പക്ഷേ എല്ലാ മോഡൽ സ്കൂളുകളും ഇന്ന് കുളമാണ്. അപ്പോൾ എന്തായിരിക്കണം അവിടെ നടക്കേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ ലളിതമായ ഒരു റൈറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ വളരെ സിമ്പിളാണ്. അതിനകത്ത് പറയുന്നത്, ഒന്ന്, കുട്ടികൾ പഠനം എന്ന് പറയുന്നത് മെമ്മറൈസിങ് അല്ല, കോൺസെപ്റ്റ്സ് ഡെപ്തിൽ ഉൾക്കൊള്ളാൻ കുട്ടിക്ക് പഠനാനുഭവങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമായ അതല്ല, അത് വളരെ ചലഞ്ചിങ് ആണ്. അത് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു അന്വേഷണമായിരിക്കണം സ്കൂള്, അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് അങ്ങ് പഠിച്ചോ എന്ന് പറയലല്ല. പിന്നെ പുള്ളിക്ക് ഒരു വാശി പുള്ളി പറഞ്ഞിരുന്നത് ഒരു വിങ്സ് ആൻഡ് റൂട്ട്സ് അപ്രോച്ച് വേണം. അതായത് നമ്മൾ കുഞ്ഞുങ്ങൾ അവർക്ക് താല്പര്യമുള്ള ഏതൊരു മേഖലയിൽ പോയും അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തമായ ചിറകുകൾ കൊടുക്കണം. പക്ഷേ അവരുടെ സ്ട്രെങ്തിൻ്റെ ഉറവിടം അവരുടെ വേരുകളായിരിക്കണം. അതാണ് ഇപ്പോൾ ഇത് കേംബ്രിഡ്ജ് ഇൻ്റർനാഷണൽ സ്കൂളാണ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെ നടത്തുന്നതാണ്. അവരുടെ സിലബസ് 120 രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവിടെ മാത്രമാണ് ഞങ്ങൾ മലയാളം നിർബന്ധമാണ്. എവ്രി സ്റ്റുഡൻറ്റ് ഹാസ് ടു ലേൺ മലയാളം. പിന്നെ എല്ലാ കുട്ടികൾക്കും കളരിപ്പയറ്റ് നിർബന്ധമാണ്. കേരളീയം എന്ന് പറഞ്ഞൊരു കോമ്പണൻ്റ് ഉണ്ട്. അത് ഈ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവും ചരിത്രപരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് കുട്ടികൾക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇവർ ഈ ഒരു ഇയർ 6 കഴിഞ്ഞാൽ ഇവർ അങ്ങ് പോകും. ബട്ട് അവർക്ക് നമ്മുടെ നാട്, നമ്മുടെ ഭാഷ. ഇപ്പം ഞാൻ കുട്ടികളെയും കൊണ്ട് കുട്ടനാട് പോകും. കുട്ടനാട് പോകുമ്പോഴത്തേക്കും അത് ആ വള്ളത്തിൽ ബോട്ടിലിരുന്നത് അത് കുട്ടനാട് എന്നല്ല, അവിടെ പോയി താമസിക്കണം, അവരുടെ പാട്ടുകൾ പഠിക്കണം, അവരുടെ വരമ്പ് പണിയുന്നത് എങ്ങനെയാണെന്ന് അറിയണം. അത് പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളണം. ഇപ്പോൾ പടയണി, കോട്ടാങ്കലാണെങ്കിൽ ഞങ്ങളിവിടുന്ന് കുട്ടികളെ രാത്രി തന്നെ കൊണ്ടുപോകുന്നത്. അവരവിടെ പോയി അത് മുഴുവൻ കണ്ട് അതിനെക്കുറിച്ച് അവരുടെ ഗവേഷണമൊക്കെ നടത്തി. സോ ഇതൊരു സൈമൾട്ടേനിയസ്ലി ചെയ്യേണ്ട. അതിപ്പോൾ ഇത് ഞങ്ങൾ നടത്തുന്ന UR അനന്തമൂർത്തിയുടെ വൈഫ് എസ്തർ അനന്തമൂർത്തിയാണ് ഈ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സൺ. ഉദ്ഘാടനം ചെയ്തത് പുള്ളിക്കാരിയാണ് ഈ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സൺ. അപ്പോൾ അനന്തമൂർത്തി സാറിൻ്റെ പേരിലുള്ളൊരു സ്കൂളാണ്. പിന്നെ അബ്സല്യൂട്ട് ഫ്രീഡം ഉണ്ട് അല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനും നോക്കാനും. കുട്ടികളിൽ നിന്നുള്ള ഇമ്മീഡിയറ്റ് ഒരു ഫീഡ്ബാക്കാണ്. നമ്മളൊരു കാര്യം പഠിപ്പിച്ചോ, ഞാനെപ്പോഴും പറയാറുണ്ട്, ഇന്നും രാവിലെ 4 മണിക്ക് എഴുന്നേക്കും ഞാൻ. അറ്റ്ലീസ്റ്റ് ഈ കോർ സബ്ജക്ട്സിൻ്റെ ഇംഗ്ലീഷ്, സയൻസ്, മാത്സിൻ്റെ എങ്കിലും ലെസൺ പ്ലാൻസ് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഉള്ളത് ഞാൻ നോക്കി ക്ലിയർ ചെയ്യാതെ അവർ ലെസൺ അവിടെ പഠിപ്പിക്കുന്നില്ല. സോ ഇറ്റ് കീപ്സ് മീ കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡ്. എനിക്ക് പത്രത്തിൽ നോക്കാനോ ഈ രാഷ്ട്രീയക്കാരത് ചെയ്ത് ഒന്നും സമയമില്ല. അതാണ് അതിൻ്റെ. സാർ, അപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം
ചെയ്തതിലും മികച്ചതെന്ന് പറയാവുന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്, ഒരു മിഷനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് സക്സസ്ഫുള്ളായി കൊണ്ടുപോകാൻ പറ്റട്ടെ. ഒരുപാട് കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങളുടെ ആകാശമാവട്ടെ. താങ്ക് യു സോ മച്ച്.